നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമം ഇതാരുടെ ഐഡിയ ആയാലും വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന പോലെയായി. ശബരിമല വികസനമാണ് ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോഴും അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തലായിരുന്നു യഥാർത്ഥ ലക്ഷ്യം. എന്നാൽ നടന്നത് നേരെ തിരിച്ചാണ്. അതുവരെ പുകഞ്ഞു നിന്ന വിവാദങ്ങൾ ഇതോടെ ആളിക്കത്തി. ദ്വാരപാലക ശില്പപാളികൾ പുറത്തു കൊണ്ടുപോകുന്നതിൽ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ട്, സ്വർണ്ണക്കടത്തിലെ മുഖ്യ ആസൂത്രകനായി കരുതുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ, തുടർന്നുള്ള കോടതി ഇടപെടൽ, SIT അന്വേഷണം, ദേവസ്വം ബോർഡ് തലപ്പത്തുണ്ടായിരുന്ന CPM നേതാക്കൾ അഴിക്കുള്ളിലായത്, ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ തിരിച്ചടി, അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പിന്നെയൊന്ന് അണഞ്ഞിട്ടേയില്ല. SIT അന്വേഷണ വലയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ കൂടി വന്നതോടെ ഒന്ന് ആശ്വസിച്ചതാണ്. അപ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കിനെ ചൊല്ലിയുള്ള വിവാദം കടുത്തത്. മുഖ്യമന്ത്രിക്ക് കിടക്കാൻ 1 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങിയെന്ന് വരെ ഊഹക്കഥകൾ പ്രചരിച്ചു. ഇതടക്കം പുറത്തു വന്ന വിവരങ്ങൾ പലതും തെറ്റാണെന്നും വന്നു. എന്നാൽ ദേവസ്വം കമ്മീഷണർ കോടതിയിൽ നൽകിയ കണക്കും മുൻ ദേവസ്വം പ്രസിഡന്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കണക്കും അത്ര യോജിക്കുന്നില്ല. വരവ് ചിലവ് കണക്കുകളിൽ വ്യക്തത വരാനുണ്ട്. അത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്, ഒപ്പം ബോർഡിനെ നിയോഗിച്ച സർക്കാരിനും. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. അയ്യപ്പ സംഗമം തിരിച്ചടിച്ചോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, യഥാർത്ഥത്തിൽ അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ നടത്തിയ ഒരു പരിപാടി, ആ പരിപാടി ആഗോള അയ്യപ്പ സംഗമം, ഇപ്പോൾ ശബരിമല സ്വർണ്ണമോഷണത്തിന് പിന്നാലെ അതൊന്ന് അണഞ്ഞു വന്നപ്പോഴാണ് ആഗോള അയ്യപ്പ സംഘത്തിൻ്റെ കണക്കിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പുകയുന്നത്. യഥാർത്ഥത്തിൽ ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരം. ഇത് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ജനങ്ങളുടെ ഒരു സർവേ നടത്തിയൊക്കെ നിങ്ങളുടെ ചാനലിൽ പോയിട്ട് ഈ അയ്യപ്പത്തിന്റെ വിഗ്രഹവുമായിട്ടും അല്ലെ അയ്യപ്പ സംഗമവുമായിട്ടും എന്തെങ്കിലും പൊരുത്തക്കേട് ജനങ്ങൾ പറയുന്നുണ്ടോന്ന് ഒരു അഭിപ്രായ സർവേ നടത്തിയൊക്കെ ഈ ചാനലിൽ ഇത് വിളംബരം ചെയ്യാതാ വേണ്ടിയത്. ഞങ്ങൾക്കൊരു നിരാശയില്ല. ഇത് ഇങ്ങനെ പോഞ്ഞ് കൊണ്ട് ചാനലുകളുടെ ഉത്തരവാദിത്ത. ഞങ്ങൾക്ക് പറയാനുള്ള വികസന ജനങ്ങളോട് പറയാനുള്ള അയ്യപ്പന്റെ പൊന്നാരെയും കട്ടിക്കിട്ട് ഗവൺമെന്റ് അത് അന്വേഷിക്കുന്നുണ്ട്, എസ്റ്റേറ്റ് പ്രകാരം അന്വേഷിക്കുന്നുണ്ട്, അത് കോടതി പ്രകാരമുള്ള അന്വേഷണം മുറപോലെ നടക്കുന്നുണ്ട്. അത് ഞങ്ങൾ പറയേണ്ട, ഉദ്യോഗസ്ഥന്മാർ പറയേണ്ട, മന്ത്രി പറയേണ്ട, കോടതിയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അത്ര എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഒരു സർവേ പോലെയാണല്ലോ നമ്മുടെ പൊതുവേദിയിൽ ജനങ്ങൾ അഭിപ്രായം പറയുമല്ലോ. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താങ്കൾക്കും കേൾക്കാം. അഭിപ്രായം പറയാ. ജനങ്ങള് കോൺഗ്രസ്സുകാരനായും പിന്നെ BJP-കാരനായ ആൾക്കാർ, കോൺഗ്രസ്സുകാരും BJP-കാരും CPM-കാരും മുസ്ലിം ലീഗുകാരും എല്ലാം കൂടി ചേരുന്നതല്ലേ മലയാളികൾ. അപ്പോൾ അവരെല്ലാവരും അഭിപ്രായം പറയില്ലേ? അഭിപ്രായം കേൾക്കുക. ശരി, എല്ലാവരുടെയും അഭിപ്രായം നമ്മൾ കേൾക്കുന്നുണ്ട്. മുഴുവൻ പേരുടെയും പരിഗണന കൊടുക്കണം. ഫോൺ ചെയ്താൽ എടുക്കാണ്ടിരിക്കരുത്. ശരി. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നാണ്. ശ്രീ മഹി, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കിനെ ചൊല്ലി ദേവസ്വം കമ്മീഷണർ ഒരു കണക്ക് കോടതിയിൽ കൊടുക്കുന്നു. ദേവസ്വം ബോർഡിന്റെ ആ കാലത്തെ പ്രസിഡന്റ് ഫേസ്ബുക്ക് വഴി മറ്റൊരു കണക്ക് പങ്കുവെക്കുന്നു. എന്തായാലും കണക്കിൽ ഇപ്പോഴും പൊരുത്തക്കേടുണ്ട്. എത്ര കിട്ടി, എത്ര പോയി, എത്ര ചെലവായി എന്നതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും വ്യക്തതയില്ല. യഥാർത്ഥത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമം മുതൽ തന്നെ ഈ വിഷയത്തിൽ സർക്കാരിന് തിരിച്ചടിയാണോ? ഒരു മിനിറ്റ് എനിക്ക് തരണം. ഈ 10 വർഷം കൊണ്ട് ഇടവസം ഭരിക്കണം. ആ പമ്പാ നദി ഒന്ന് പോയി നോക്കണം. ഇതിന് ഉമ്മൻചാണ്ടിയും ആന്റണിയും ഭരിച്ചപ്പോൾ നമുക്ക് ഞങ്ങളെല്ലാം കുളിക്കാൻ വെക്കൂല. അവിടെ പമ്പയത്തിൽ കുളിക്കാൻ വെക്കൂല. ആ അത്രയ്ക്ക് തുടിയും. ഇന്ന് ആ പമ്പയർ എങ്ങനെ കിടക്കണം നോക്കണം. ഈ ഗവൺമെന്റ് 10 കൊല്ലം ഭരിച്ചോണ്ടാണ് പമ്പയർ ഇത്രയും ക്ലിയർ ആക്കി. പിന്നെ ഒരു സംശയം, മഹി അടുത്ത കാലത്ത് കാണാൻ ശബരിമലയിൽ പോയിട്ടുണ്ടോ? അതെ, ഞാൻ ഒരു 2 കൊല്ലത്തിന് പോയി. 2 കൊല്ലത്തിന് പോയി. ശബരിമല സീസൺ കാലത്ത് ഇപ്പോൾ ശബരിമലയിലെ ഈ പമ്പയിൽ ഈ തുണിയൊന്നും കിടക്കുന്ന അവസ്ഥയില്ല അല്ലേ? ഇല്ല, ഒന്നുമില്ല. ശരി, ഓക്കെ. അത് മഹിക്ക് ഇപ്പൊ എങ്ങനെയാണ് ഈ തുണി ഇല്ലാത്ത സ്ഥലം നോക്കി കൃത്യമായി കണ്ടെത്തി മഹി കുളിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പമ്പയാകെ ക്ലീനായി, അവിടെ തുണിയൊന്നുമില്ല, എല്ലാം വൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾ ആരും അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഓക്കെ. മഹി എന്തായാലും അങ്ങനെ അനുഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കി പോയ ആളുകളൊക്കെ എന്തായാലും ഇനിയും വിളിക്കുമല്ലോ, അവരോട് ചോദിക്കാം. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് മുതൽ, അതിനു മുമ്പ് തന്നെ വിവാദങ്ങൾ തുടങ്ങിയതാണ്, പക്ഷേ അതോടുകൂടി ഇങ്ങനെ കത്തുന്ന വിവാദം അതിങ്ങനെ അണയാതെ സർക്കാരിനെ നിരന്തരം
വേട്ടയാടുകയാണോ? നമസ്കാരം കിട്ടുണ്ടാവും. നമസ്കാരം. എവിടെയാണ് അയ്യപ്പന്റെ സ്വർണം മുടച്ച് തടുത്തു പോയത്? എല്ലാം പറഞ്ഞേക്കന്നെ. ആഗോള അയ്യപ്പ സംഘം വിളിച്ചത് എന്തടിസ്ഥാനം അറിയില്ല. കാരണം നാടില്ലാത്ത കളരിയായിരുന്നു. ആൾക്കാർ ടെൻഡർ കൊടുത്ത് ഒന്നും ടെൻഡർ ഇല്ല. അത് കോടതി കണ്ട കാര്യമാണ്. പക്ഷെ എന്തിന് ഏതിന് ഇവരിങ്ങനെ ആയി എല്ലാം അഴിമതി കുടിച്ച് നിൽക്കുകയാണ്. എല്ലാ അഴിമതിയും നടത്തി ന്യായങ്ങൾ പറയാൻ ഒന്നുമില്ല. അവർ ന്യായീകരിക്കും, ഇവർ ന്യായീകരിക്കും. പക്ഷെ ജനങ്ങൾക്കറിയാമല്ലോ അനിയ എന്താണ് സംഭവിക്കുന്നത്. ജനങ്ങൾക്കറിയാമല്ലോ ഇത്രയും പണങ്ങൾ കട്ടുമുടിക്കും. നമ്മുടെ പൈസ ഇല്ലേ? 1-2 പൈസ ആണ്. 500 രൂപ കൊണ്ട് വീട് കഴിഞ്ഞു പോകാൻ നിവൃത്തിയില്ലാതെ ഓരോ വീട് കഴിഞ്ഞു പോകുന്ന അഭിമാന പ്രശ്നം കൊണ്ട്, മലയാളി അഭിമാനം കൊണ്ട് ജീവിക്കാൻ നിവൃത്തി നെട്ടോട്ടം ഓടുന്ന സമയത്ത് പാവപ്പെട്ട പാർട്ടിയായ CPM വന്ന് കയറി 10 വർഷക്കാലം കൊണ്ട് നമ്മളെ കേരളം മുടിച്ചു, അയ്യപ്പ ക്ഷേത്രം മുടിച്ചു, അയ്യപ്പന്റെ വിഗ്രഹത്തിന് മുടിച്ച് ശാപം തന്നെ അനുഭവിക്കുന്നവര്. ആ ശിക്ഷയാണ്, അതാണ് അനുഭവിക്കുന്നത്. ഒന്ന് വിട്ട് കോടതി പറഞ്ഞല്ലോ, നിങ്ങൾ യാമ എടുത്ത് പയ്യാനും പേടിക്കണ്ട, കുറ്റവാളിയുടെ രക്ഷിക്കപ്പെടും പേടിക്കണം എന്ന് പറഞ്ഞല്ലോ. എങ്ങനെ തടുക്കുന്നത്? തന്നിട്ടില്ല, ആടി കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വരെ തിരഞ്ഞെടുപ്പില് കിരൺബാബു നോക്കിയിരിക്കുക, 117 സീറ്റ് കോൺഗ്രസ് കൊണ്ടുപോകും. കാരണം ഞാൻ അത്ര ജനങ്ങൾ മുട്ടിയിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ വേണ്ടി. 100+ പറയുന്നുള്ളൂ ശിവദാസൻ. കൈപ്പത്തിയേഴ് ചിഹ്നത്തിൽ 87 സീറ്റ് അവർക്ക് കിട്ടും. ബാക്കി കളകക്ഷി കിട്ടും. CPM-ന് 17 സീറ്റ് അപ്പുറം പോകൂല. സാർ നോക്കിയോ സാർ, അല്ലെങ്കിൽ പൊതുവേല് പിടിച്ചാൽ ഞാൻ മാപ്പ് പറയും. ജനങ്ങൾ തീരുമാനിച്ച ചരിത്രമാണ്. ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥലത്തെ കുറ്റം പറയുന്നു. മുസ്ലിം ലീഗും BJP ഭൂമണ്ഡലത്തിലേക്ക്, ഇന്ത്യ രാജ്യത്തിലേക്ക്, ഈ ഭൂമണ്ഡലത്തിലേക്കാണല്ലോ CPM തുടച്ചു നീക്കും. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് ഏറ്റവും പുതിയത് അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് വിവാദമാണ്. കോടതിയിൽ കൊടുത്ത ഒരു കണക്ക് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, നടത്തിയ പ്രസിഡന്റ് പറയുന്ന കണക്ക്, ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കണക്ക് മറ്റൊന്ന്. ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ്. കിരൺ സാറേ, നമസ്കാരം. പറഞ്ഞു. ഈ മുൻ പറഞ്ഞ ആളെ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കാണണം എന്നൊന്ന് പറഞ്ഞോണ്ട് ഇനി അത് വേറെ കാര്യം. ഇനി ഇത് പറയാം. നമ്മളെ അയ്യപ്പ സംഗമത്തിനെ സംബന്ധിച്ച് അന്നൊരു ഇത് നടത്തി. അന്ന് ഞാൻ പറഞ്ഞ വാക്കൊന്നും ഓർമ്മ വരുന്നത്, ബഹുമാന്യ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യാനും ബുദ്ധിമുട്ട് മാറാനും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടാണ് ആ സംഗമം നടത്തിയത്. അതിന് എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട്. കുറെ പേര് വന്നിട്ടുണ്ട്, കുറെ പേര് വരാതിരുന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട്? അവിടുന്ന് കാശ് മോഷ്ടിക്കാൻ, കോൺഗ്രസ്സുകാരി കാശ് മോഷ്ടിക്കാനല്ല, അവിടുന്ന് അവർക്ക് നല്ലത് ചെയ്യാനാണ്. എന്നിട്ട് ഇപ്പൊ അയാൾ പറയാ 117 സീറ്റ്. എന്നാ അയാൾ ആ സ്വപ്നം കണ്ട ഓരോരുത്തർ അവരവരുടെ ആഗ്രഹം, എല്ലാ പാർട്ടിക്കാരും അവരവരുടെ ആഗ്രഹം. ഞാൻ എന്റെ പാർട്ടി വലിയ ഭൂരിപക്ഷം ജയിക്കുന്നവർ, അത് അവിടെ നിൽക്കട്ടെ. താങ്കൾ ഇതേക്കുറിച്ച് പറയും. ഇതേക്കുറിച്ച് പറഞ്ഞത് ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തിയതിൽ ഒരു പിഴവില്ല, ശരിയായിരുന്നു. അതിന്റെ കണക്കൊക്കെ യഥാസമയത്ത് പിന്നെ കൊടുക്കേണ്ടടുത്ത് കൊടുക്കും ചെയ്യും കേട്ടോ. പക്ഷേ കൊടുത്ത കണക്ക് അത്ര ശരിയല്ല ശ്രീ മുഹമ്മദ്. കോടതിയിൽ കമ്മീഷണർ കൊടുത്ത കണക്ക് അത് എസ്റ്റിമേറ്റ് ആണെന്ന് പറയുന്നു. ഇപ്പോൾ ഇന്നലെ പങ്കുവച്ച കണക്ക് അത് 3 കോടിയെ ചെലവായിട്ടുള്ളൂ എന്ന് പറയുന്നു, 4 കോടി കിട്ടി എന്ന് പറയുന്നു. ആ കണക്കിൽ ഇപ്പോഴും എത്ര ചെലവഴിച്ചു, എത്ര കിട്ടി എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതയാണ്. ആ അവ്യക്തത അതിൽപ്പെട്ട ആൾക്കാരോട് അന്വേഷിച്ചിട്ട് അതിൽ ആരെങ്കിലും ഒരു 10 ഉറുപ്പ്യ കൈ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക തന്നെ ചെയ്യും. അതാണ് ഇടതുപക്ഷം. ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നിട്ട് കുറച്ചു കാലമായി, ഇതുവരെ കണക്ക് ശരിയാക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നടക്കണ്ടല്ലേ? ഇതിന്റെ കുറെ മുമ്പല്ല പല പ്രശ്നങ്ങളും ഇതേപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ സാറേ. അന്നും ഇതേപോലെ പലതൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഞങ്ങള് അതൊക്കെ പരിഹരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളിവിടെ വികസനം നടത്തുന്ന ആൾക്കാരാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ സർക്കാർ ഈ അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം തുടങ്ങിയത്. അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ടൊന്നും അല്ല. പക്ഷേ അന്നു മുതൽ ശബരിമല വിവാദം എന്തായാലും ഒടുങ്ങുന്നില്ല. ഒന്നിന് പുറകെ ഒന്നായി വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. എന്റെ അഭിപ്രായത്തില് ഇവിടെ UDF-ഉം LDF-ഉം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ BJP-ക്കാർക്ക് ഇതിൽ പങ്കില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം LDF-ഉം UDF-ഉം മാറി മാറി വന്ന ഗവൺമെന്റ്. BJP-ക്കാർക്ക് അധികാരം കിട്ടിയിട്ടില്ല കേരളത്തില്. പക്ഷെ BJP-ക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരും ഇതേ വഴിയിലൂടെ സഞ്ചരിക്കും.
അപ്പൊ ഇത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിനോടെ പിന്നെ ഈ കേസുകെട്ട് മാഞ്ഞു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ പിന്നെ ഇലക്ഷന് വേണ്ടി ഈ ഇപ്പൊ ഉണ്ടാക്കുന്ന ഈ ബഹളമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. മനു വരാറായിട്ടില്ല. മനു മറ്റന്നാളെത്തും. അതോ ബിഗ് ടിവിയിൽ പോയോ? ഇല്ല ഉണ്ട്, മനു ഇവിടെ തന്നെ ഉണ്ട്. മനു മറ്റന്നാളെത്തും. ഓക്കെ കിരൺ, അയ്യപ്പ സംഗമം തിരിച്ചടി തന്നെയാണ്. കാരണം അയ്യപ്പനെ ഇതുവരെ ആരും അങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് ലോകമൊന്നും അറിയിക്കണ്ടായിരുന്നു. അയ്യപ്പൻ സ്വമേധയാ തന്നെ പ്രശസ്തനായിരുന്നു. എല്ലാ മനുഷ്യരും, എല്ലാ ജാതിക്കാരും പൊയ്ക്കൊണ്ടിരുന്ന ഒരു വളരെ പരിശുദ്ധമായ പരിപാവനമായ ഒരു അമ്പലമായിരുന്നു അത്. അവിടെ കയറി ഈ പരിപാടി എല്ലാം ചെയ്ത് കട്ടുമുടിച്ച് പിന്നെ അയ്യപ്പ സംഗമം ഇതൊക്കെ ചുമ്മാതെ പറയുന്നത് ഈ കണക്കിന്റെ കാര്യമൊക്കെ. ഞാനും ഒരു ഓഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാ. അപ്പം ഇങ്ങനെ ഒരു ബില്ലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് അറ്റാച്ച്മെന്റ് വെക്കേണ്ടുന്ന കാര്യമുണ്ട്. അത് വെച്ചാണ് ചെക്ക് ചെയ്ത് ഇത് കണക്ക് ശരിയാണോ എന്ന് അറിയുന്നത്. ഇപ്പം ബില്ലില്ലാതെയും മറ്റു കാര്യങ്ങളൊന്നും ശരിയാക്കാതെയൊക്കെ എങ്ങനെ ശരിയാവുമെന്ന് അവർ പറയുന്ന. ഇന്നലെ വരെ പല കാര്യങ്ങളും ഇല്ലായിരുന്നു. ഇന്നിപ്പം ന്യൂസിൽ പറയുന്ന കേട്ട് ഏതാണ്ടൊക്കെ അവർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. 17-ാം തീയതി കാണിച്ചു തരാമെന്ന്. എന്തുവാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കിരണേ. പക്ഷെ അയ്യപ്പനെ തൊട്ട് കളിച്ചിട്ടുള്ള ശബരിമല ക്ഷേത്രം അങ്ങനെ സ്വമേധയാ അങ്ങ് പ്രശസ്തമായതൊന്നുമല്ല. ശബരിമല ക്ഷേത്രം പ്രശസ്തമാക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ബോധപൂർവമായ പ്രചാരണ പരിപാടികളൊക്കെ നടത്തി. പണ്ട് അയ്യപ്പ ദീപവുമായിട്ടൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി അവിടെ നടത്തി. അങ്ങനെയൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അയ്യപ്പന്മാരൊക്കെ ശബരിമലയിലേക്ക് വരാൻ തുടങ്ങിയത്. ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അവിടെ വലിയ നേട്ടമൊന്നും. ശ്രീമതി ജയ ഒന്ന് പറഞ്ഞോട്ടെ, ശ്രീമതി ജയ ഒന്ന് പറഞ്ഞോട്ടെ. പി കെ ചന്ദ്രാനന്ദൻ ദേവസ്വം ബോർഡിൽ ചുമതലയിലുണ്ടായിരുന്ന കാലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തലപ്പത്തുണ്ടായിരുന്ന കാലത്താണ് ഈ ശബരിമല ക്ഷേത്രത്തിൽ ഇക്കണ്ട രീതിയിലേക്ക് ആളുകൾ കൂടുതലായി ഭക്തർ വരുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചത്. അതുകൊണ്ട് സ്വമേധയാ അങ്ങ് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ശബരിമലയിലേക്ക് എല്ലാവരും വന്നതാണ് എന്നൊക്കെ പറയുന്നത് ശരിയല്ല. നമ്മൾ പരസ്യം കൊടുത്ത് ആ തരത്തിൽ തന്നെയാണ് ആളുകളെ കൊണ്ടുവന്നത്. ഓക്കെ, തെറ്റായിരിക്കാം. പക്ഷേ അയ്യപ്പന്റെ ഒരു പേരും പറഞ്ഞു അന്യ സംസ്ഥാനത്തുനിന്നും അന്യ രാജ്യത്തുനിന്നും ഗൾഫിൽ നിന്ന് വരെ. ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോ എത്ര പേര് വ്രതം പിടിച്ച് വരുന്നുണ്ടെന്നറിയാം. അതൊക്കെ അമ്പലത്തിന്റെ ഒരു പ്രശസ്തി കൊണ്ടല്ലേ ആരുണ്ടാക്കിയാലും. പക്ഷെ അയ്യപ്പൻ ഒരു ശക്തിയുണ്ട്, അത് ആരും മറക്കണ്ട. ശരി, ഓക്കെ. ശ്രീ ജയാണ് ശ്രീ ഗോപകുമാറാണ് പാലക്കാട്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. എന്താ ചെയ്യുക? ശബരിമലയില് ഈ വിഷയമായിട്ട് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CPM നല്ലൊരു വെല്ലുവിളിയായിരിക്കും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. എന്റെ ഇൻഡിവിജ്വലായിട്ട് അഭിപ്രായമായിട്ട് കണക്കാക്കിയാൽ മതി. മാക്സിമം അവർ പോകുന്നതിന് മുമ്പ് മാക്സിമം കക്കുക, മുക്കുക, നക്കുക, അങ്ങനെ പറയില്ലേ നമ്മൾ. അത് പറഞ്ഞതിൽ ലാംഗ്വേജിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്. അതായത് മറ്റേ ഇതിൽ കൈയിട്ടോ നക്കാണ്ടിരിക്കില്ല എന്ന് പറയില്ല, അങ്ങനെയൊക്കെ പറയല്ലോ പഴഞ്ചൊല്ല. എന്നാൽ മാക്സിമം കക്കുക, മുക്കുക. ഒരു ഭജന അവിടെ നടത്തിയിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞിട്ട് ഒരു 8 ലക്ഷം ഉറുപ്പികയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 2 ലക്ഷം 3 ലക്ഷമാണ് അതിന് ഇത് കൊടുക്കുന്ന സമയത്ത് മാറ്റി. ഇതാണ് CPM ഒരു കാരണവശാലും CP എന്ന പാർട്ടിയെ കട്ട കാര്യത്തിലോ ഇത് കാര്യത്തിലോ പിടിക്കപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഭജന നടത്തിയെന്നല്ല കണക്കിൽ അങ്ങനെയല്ല. അവർ വ്യക്തത വരുത്തിയിട്ടുണ്ട് കൃത്യമായി തന്നെ. ആദ്യം ഭജന നടത്താൻ ആലോചിച്ച എസ്റ്റിമേറ്റിനെ കുറിച്ചാണ് ആ കണക്ക് എന്നാണ് പറയുന്നത്. അല്ല, അതിൽ കണക്കിൽ ബില്ല് വൗച്ചർ വന്നിട്ടുള്ള 8 ലക്ഷം റുപ്യ. 8 ലക്ഷം റുപ്യ എങ്ങനെ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല ശ്രീ ഗോപകുമാർ. അത് ഈ കണക്കുകൾ പൊരുത്തക്കേടുണ്ട് എന്നുള്ളതും കണക്കുകൾ വ്യക്തം വരാനുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ ഈ 8 ലക്ഷം രൂപ അവർക്ക് കൊടുത്തായിട്ട് കണക്കിൽ പറയുന്നില്ല. അത് വ്യക്തത വരുത്തി കൃത്യമായി തന്നെ. അത് അവർ ആലോചിച്ചാണ്, എസ്റ്റിമേറ്റ് കണക്കാണ്. ഇങ്ങനെ ഒരു ഭജന സംഘത്തെ കൊണ്ടുവന്നാൽ അതിന് എത്ര രൂപ ചിലവാകും എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അല്ല, ഇതിപ്പോ ആരോപണന്മാര് നമ്മള് ഈ വിഷയത്തിൽ കൂടിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ അവിടെ പയ്യന്നൂർ പറഞ്ഞ കണക്ക് കുഞ്ഞികൃഷ്ണൻ ബുക്ക് പുറത്തിറക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ കണക്ക് പറയാൻ പറഞ്ഞമാര്. ഈ കണക്ക് 17-ാം തീയതി പറയാന്ന് പറഞ്ഞാൽ യാതൊരു ഇതുമില്ല. എല്ലാത്തിനും ഇവർക്ക് എന്ത് കാര്യം നോക്കിയാലും സ്പോൺസറാണ്. ആ സ്പോൺസർ ഉണ്ട്, ഈ സ്പോൺസർ ഉണ്ട്. ഒരു കാരണവശാലും ഇവരെ എങ്ങനെയെങ്കിലും പിടിക്കപ്പെടുകയാണെങ്കിൽ ഇതിന്റെ ദേവസ്വം ബോർഡിന്റെ മണ്ടയിലിടും. ദേവസ്വം ബോർഡിന്റെ മണ്ടയിലിട്ട് ഇവർ എസ്കേപ്പ് ആവും. അല്ലെങ്കിൽ അതിനെ പറ്റിയ ഒരാൾ വേറെ ഇറങ്ങും. അല്ലെങ്കിൽ ആരെങ്കിലും അയ്യപ്പ സംഗമത്തിന്റെ ഒരു വേദിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുമരകത്തിൽ പോയിട്ട് ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ ബുക്ക് ചെയ്യോ?
അതിലവർക്ക് പണി പാളിയിരിക്കുകയാണ് ഇപ്പോ. അതായത് അതിന് ആ ഹോട്ടലിന്റെ ബില്ല് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീ ഗോപകുമാർ, അത് ആ കാര്യത്തിലൊക്കെ അത് ചെലവഴിക്കാൻ വെച്ച കാശാണോ അതോ ഇതുമായി ബന്ധപ്പെട്ടാണോ എന്നൊക്കെ വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല. അത് ഈ വ്യക്തത വരുത്തേണ്ടവർ വ്യക്തത വരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാം. ഇന്നലെയൊക്കെ ആളുകൾ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് അടക്കാൻ 1 ലക്ഷം രൂപയ്ക്ക് കട്ടിൽ വാങ്ങി എന്ന് വരെ ആളുകൾ പറഞ്ഞു. പക്ഷെ അത് തെറ്റായ ഒരു പ്രചരണമായിരുന്നു. അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ വാങ്ങിയിട്ടുണ്ടെന്ന് ആർക്കറിയാം. ഈ കുമരകത്തുനിന്നും മൂന്നാറിന്നൊക്കെ അയ്യപ്പൻ ഇവിടേക്ക് അയ്യപ്പ പമ്പയിലേക്ക് വരുന്നതാണോ എളുപ്പം, അതോ അതിന്റെ അടുത്തുള്ള ഏതെങ്കിലും സാധാരണ നമ്മുടെ കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലത്ത് കൂടെ അല്ലേ അയ്യപ്പന്മാര് പോകുന്നത്? ശരി, ഓക്കെ. ഇത് അയ്യപ്പന്മാരുടെ വരവിന് വേണ്ടിയല്ലായിരുന്നു, പമ്പയിൽ ആണ് സംഘം നടത്തിയത്. അയ്യപ്പ സംഘം എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം തന്നെ ഈ ഇതിനെ മറികടക്കാനായിരുന്നു. ഈ സ്വർണ്ണക്കൊള്ളയെ മറികടന്ന് ഒരു ക്ലീൻ ചിറ്റ് വാങ്ങാനുള്ള പരിപാടിയായിരുന്നു. അതും പാളി, അതിലും കോടികൾ തട്ടിയെടുക്കുക. ശരി, ഓക്കെ. ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. അയ്യപ്പനെ മൊത്തം അടിച്ചു മാറ്റി, 18 മലയും അടിച്ച് സഹാക്കന്മാരെ പേരിനാക്കി അയ്യപ്പ സംഗമം നടത്തി കോടികൾ കെട്ടുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് കിടക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ കട്ടിലാണ് വാങ്ങിയെന്ന് ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ കിടപ്പുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിൽ കിടപ്പുണ്ട്. ഇപ്പൊ ഈ കണക്ക് പുറത്ത് 6 കോടി 31 ലക്ഷം രൂപയുടെ കണക്ക് വന്നപ്പോ ഇപ്പൊ ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ ഇവർ ഇപ്പൊ കണക്ക് പുറത്ത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതിയോ? ഇത് ആഡിറ്റ് റിപ്പോർട്ടിന് പോലെയല്ലേ ഇന്നലെ കണക്ക് പുറത്ത് വന്നത്. ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്ത യുവമാര് എന്ത് നടത്താനാണ് പോണേ? എവിടെയാണ് ഇന്നലെ ഉച്ചക്കഞ്ഞിക്ക് കൊടുത്തെന്ന് പറഞ്ഞ് ഒരുത്തനായിട്ട് എല്ലാ സഹാക്കന്മാരും കൂടെ വധിക്കുന്നുണ്ടല്ലോ. ഇന്നലെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. എവിടെയാണ് ഉച്ചക്കഞ്ഞിയുടെ കേസം പറഞ്ഞ് ഇത്രയും നാൾ നമ്മൾ ഇവിടെ ചർച്ച നടത്തി. അധ്യാപകര് പിരിച്ചു കൊടുക്കണമെന്നും നാട്ടുകാരെന്ന് പിരിച്ചു കൊടുക്കണമെന്നും അവരെന്നൊക്കെ പിരിച്ചു കൊടുക്കുന്നെന്നും ഇപ്പൊ പായസവും പാലും ഒഴുക്കാണോ? ഇലക്ഷൻ ആയപ്പോ പായസം. ഇന്നലെ താങ്കള് സഹാക്കന്മാരെ വിളിച്ച് വേണ്ടതുപോലെ സൗകര്യം കൊടുത്ത് എന്നിട്ട് അവന്റെയൊക്കെ വീട്ടിൽ കയറി അടിക്കുന്നവരെ പറഞ്ഞപ്പോഴും മിണ്ടാതെ ഇരുന്നു. ഇങ്ങോട്ട് വരാൻ പറ, എന്റെ നമ്പർ കൂടെ. ഇന്നലെ ഒരുത്തം വിളിച്ചിരുന്നു. എന്ത് മാന്യമായിട്ടാണ് സംസാരിച്ചത്. താങ്കൾ 10 പ്രാവശ്യം അയാളോട് ചോദിച്ചെന്ന് പറഞ്ഞു. അയാൾ 20 പ്രാവശ്യം താങ്കളോട് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന്. അയാൾ പേടിയുണ്ടാണെന്ന് പറഞ്ഞു. ഇല്ലേ? താങ്കൾ ഇന്നാള് ഒരു സെക്കൻഡ് കൂടെ താങ്കൾ ഇന്നാള് വെള്ളം കൊണ്ട് ഇന്ന് വിളിച്ച് ഒരാളിനോട് പറഞ്ഞു, അവനും പറഞ്ഞു പേടിയാന്ന്. എനിക്ക് പറഞ്ഞ സംഭവം കേൾക്കണോ? ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു മേയറാണോ ഇവിടുത്തെ ഇതിന് തോൽവിക്ക് കാരണം എന്നൊരു ഇതിരുന്നായിരുന്നു. ഞാനൊന്ന് അതിൽ സംസാരിച്ചിരുന്നു. അത് നിങ്ങളുടെ ഇതിനകത്ത് കിടപ്പുണ്ട്. എനിക്കിന്റെ ഫോണിൽ കൂടെ ഭീഷണിയാണ്. എന്നിട്ട് ഭരണവിട്ടി ചെല്ലുമ്പോ അവിടെ ഭീഷണിയാണ്. എന്നിട്ട് ഇതാണോ നിങ്ങൾ ആരെ ഒന്നും ഭീഷണിപ്പെടുത്താത്ത മാന്യമായ പാർട്ടി അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അറിയാവൂ. പുഴു അരിച്ച അരി ഉണ്ടെന്ന് പറഞ്ഞപ്പോ താങ്കൾ ഇവിടെ ഈ വായിച്ചവർ അനുഭവിച്ചവര് എന്ത് ചെയ്യും? താങ്കൾ ഇവിടെ കിടന്ന് ഈ പ്രസംഗം അത്രയും നടത്തി. അതിന് പറയും, ഞാൻ കേൾക്കാം. ഇന്നലെ അവിടെ നിന്ന് ഷാജി വിളിച്ചിട്ട് പറഞ്ഞത്, ഷാജിയുടെ കുട്ടികൾ പഠിക്കുന്നത് കോന്നിയിലെ ഒരു സ്കൂളിലാണ്. ആ സ്കൂളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നില്ല. ഉച്ചക്കഞ്ഞിയല്ല, ഉച്ച ഭക്ഷണമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ചോറും കറിയുമാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഉച്ച ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒരു സ്കൂളിൽ മാത്രം കൊടുക്കുന്നില്ലെങ്കിൽ അത് വലിയ അഴിമതി തന്നെയാണ്. ആ അഴിമതി ഏത് സ്കൂളാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്കൂളിൽ ഞാൻ ഈ താങ്കൾ പറയുന്നത് പോലെ ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ സ്കൂളിൻ്റെ പേര് പറയൂ, സ്കൂളിൻ്റെ പേര് പറയൂ. പക്ഷേ സ്കൂളിൻ്റെ പേര് പറയാനില്ല. വളരെ സിമ്പിളാണ്. ചുമ്മാ ഒരു കള്ളം പറഞ്ഞു സർക്കാരിനെതിരെ, അതുകൊണ്ട് അദ്ദേഹത്തിന് പേര് പറയാനില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ധൈര്യസമേതം പറയാമല്ലോ ഇന്ന സ്കൂളാണെന്ന്. കോന്നിയിൽ എന്തായാലും ഒരു സ്കൂളിലും ഉച്ചഭക്ഷണം കൊടുക്കാതിരിക്കുന്ന ഒരു സർക്കാർ സ്കൂളും ഒരു എയ്ഡഡ് സ്കൂളും ഇല്ല. അങ്ങനെ ഒരു സംഭവമില്ല. എത്രയോ സർക്കാരിന്റെ കുറ്റം പറയാൻ എത്രയോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും എടുക്കാതെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യത്തെ എടുത്തിട്ട് അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനം വിശ്വസിക്കുമോ? ഞാൻ പറയട്ടെ, ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. എനിക്കൊന്നും സമയം തരുമോ? അദ്ദേഹത്തിന്റെ അടുത്ത് താങ്കൾ 10 പ്രാവശ്യം ചോദിച്ചെന്ന് പറഞ്ഞു. അദ്ദേഹം മാന്യമായിട്ട് പറയണോ, എന്റെ നമ്പർ എവിടെയുണ്ട്, ഇത് കേൾക്കുന്ന സഹാക്കന്മാരല്ലാത്ത ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും. എന്റെ നമ്പർ എവിടെയുണ്ട്, താങ്കൾ പറയൂ കോന്നിയില്ല, നമുക്കൊരു വാർത്തയാക്കാം. അങ്ങനെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ അത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് ഒരു സ്കൂളിൽ അപ്പാടെ കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയമല്ലേ? കേരളത്തിൽ ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് വലിയ വിഷയമല്ലേ? അത് തുറന്നു പറയണ്ടേ? അത് തുറന്നു പറയാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? കേരളത്തിൽ അങ്ങനെ അത്രത്തോളം ഭയപ്പെടുന്ന ആളുകൾ എന്തിനാണ് ഇങ്ങനെ അഭിപ്രായം പറയുന്നത്? ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കാതെ എന്തായാലും കേരളത്തിൽ ഇരിക്കില്ല. ആ നാട്ടിലെ CPM മാത്രമേ ഉള്ളൂ. ആ നാട്ടിൽ കോൺഗ്രസ്സുകാരും വേറെ ആരുമില്ലേ? അങ്ങനെ ഒരു നാടുണ്ടോ? അത് എന്തോ കാര്യം യുവമാരെ അടുത്ത് നിന്ന് ഈ തെരഞ്ഞു പിടിച്ചിട്ട് വന്ന് ഉപദ്രവിക്കുന്ന ഈ പാർട്ടി, അതാണ് ഇത് ഇങ്ങനെ നശിച്ചു പോയത്. ഈ BJP ഇവിടെ വളരാൻ കാരണമോ യുവമാരെ ഈ അക്രമം കാരണമാണ്. ഇന്ന് എന്തിയാ കൊല്ലുംപോലെ നടക്കാത്ത, ഇന്ന് എന്തിയാ കൂടുതൽ കൊല്ലുംപോലെ നടക്കാത്ത? നടത്തിയ ആൾമാർ വീട്ടിൽ വിട്ടും
അയാളെ ശ്രീ പറഞ്ഞതിന് രാധാകൃഷ്ണനാണ് എല്ലാവരും കൂടെ വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അയ്യപ്പ സംഘം യഥാർത്ഥത്തിൽ സർക്കാർ ഒരു പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തിയതാണ്. പക്ഷേ അത് നടത്തിയ കാലം മുതൽ ഇങ്ങോട്ട് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി. ഇപ്പോൾ ഏറ്റവും അവസാനം കോൺഗ്രസ്സുകാർക്ക് നേരെ കൂടി അന്വേഷണമൊക്കെ വന്നപ്പോൾ ഒന്ന് ആശ്വസിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് അയ്യപ്പ സംഗമത്തിന്റെ കണക്കിനെ, വരവ് ചെലവ് കണക്കിനെ ചൊല്ലിയുള്ള വിവാദം. നമസ്കാരം. നമസ്കാരം. സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് തന്നെ കളവിനനുസരിച്ചാണ്. എങ്ങനെയൊക്കെ കക്കണം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ടാക്കണത്. അതുകൊണ്ട് കറക്റ്റായ ഒരു കണക്കും കാര്യങ്ങളും ഇവർ കൊടുക്കണില്ല. പിന്നെ ഈ ആഗോള സംഗമം, അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ കൊള്ളയടിക്കാൻ ഒരു പേരിട്ട് തന്നെയാണ്. കാരണം അതിനകത്ത് വേറെ ഒന്നുമില്ല. വേറെ എന്താ അതിനകത്ത് ഉള്ള ഗുണങ്ങൾ? ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? ശബരിമല കൊള്ള നടത്തിയിട്ട് കറക്റ്റായിട്ട് അന്വേഷണമെങ്കിലും വേണ്ടേ? SIT എന്ന് പറഞ്ഞാൽ ഇവരുടെ സൗകര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടുപോകണേന്. അല്ലാതെ അതിനകത്ത് യാതൊരു നിയന്ത്രിക്കുന്നത് കോടതിയാണ്, ഹൈക്കോടതി, ദേവസ്വം അതെ ബെഞ്ചിന്റെ അതെ കീഴിലാണ്. അല്ല, ഇവരുടെ സൗകര്യത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി തന്നെയാണ് ഈ SIT. കോടതി പക്ഷേ കൃത്യമായി പറഞ്ഞല്ലോ SITയുടെ പ്രവർത്തനത്തിൽ പൂർണ്ണമായും തൃപ്തികരമാണ്. അത് ഏതെങ്കിലും മോഷണം പോലെ, കൊലപാതകം പോലെ അന്വേഷിക്കാൻ കഴിയുന്ന ഒരു കേസല്ല. ഇതിന് സമയം വേണം, ഞങ്ങൾക്ക് അന്വേഷണത്തിലും അന്വേഷണ സംഘത്തിന്റെ വിശ്വാസത്തിലും ഞങ്ങൾക്ക് സംശയമില്ലെന്ന് പറഞ്ഞത് കോടതിയാണ്. കോടതിക്ക് അപ്പുറം നമുക്ക് അതിന്റെ കാര്യത്തിൽ വേറെ ആരുടെയെങ്കിലും ഒരു വാക്കുകൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇലക്ഷൻ സമയത്തൊക്കെ സർക്കാരിന്റെ ഇതനുസരിച്ച് തന്നെ പ്രവർത്തിച്ച ഒരു ഏജൻസി തന്നെയാണ് SIT. അപ്പൊ ഇത് കോടതിയും പറഞ്ഞ് ഇപ്പൊ കോടതി പറഞ്ഞേക്കുന്ന രീതിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാരും പുറത്തു വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിനകത്ത് എന്ത് കാണിക്കാനോ? ഒരു ആളെങ്കിലും പിടിച്ച് ഇന്ന ആളാണ് കേട്ടോ അതിന്റെ തൊണ്ടി എന്തെങ്കിലും എടുക്കണ്ടേ? അത് എടുത്തിട്ടില്ല. ഇവരുടെ ലക്ഷ്യം തന്നെ കൊള്ളയടി തന്നെ, ജനങ്ങളെ കൊള്ളയടിച്ച് കാശുണ്ടാക്കി എങ്ങനെയെങ്കിലും പോകണം. ഇതിനകത്തൊക്കെ പിണറായി വിജയൻ അടക്കമുള്ള ദേവസ്വം മന്ത്രിക്കൊക്കെ പങ്കുണ്ട്. ഇത് പങ്കില്ലെന്ന് ആരാ പറയണം? എന്നിട്ട് എല്ലാ കള്ളന്മാരെയും ഇവര് സംരക്ഷിക്കണില്ലേ? കള്ളന്മാരെ മാത്രമല്ലേ സംരക്ഷിക്കുള്ളൂ, അല്ലാണ്ട് പോലുള്ളവര് സംരക്ഷിക്കണുണ്ടാ? ശ്രീ രാധാകൃഷ്ണൻ, കോടതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം തൃപ്തികരമാണെന്ന് കോടതി പറഞ്ഞാൽ പിന്നെ എനിക്ക് പറയാൻ കഴിയില്ല ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന്. ഇത് നിയന്ത്രിക്കുന്ന കോടതിയാണ്. ആ കോടതിയാണ് അന്വേഷണത്തിന്റെ പുരോഗതി. 5 or 6 തവണ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കോടതിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമാണ് ഇതിന്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി അറിയാവുന്നത്. അത് അറിയുന്ന കോടതി വളരെ കൃത്യമായി പറയുന്നു, അന്വേഷണം ശാസ്ത്രീയമായി മുന്നോട്ട് പോവുകയാണ്, അന്വേഷണ ഉദ്യോഗസ്ഥരിൽ വിശ്വാസ്യതയുണ്ട്, അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നത്, അതിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കുമെന്നതിൽ ആരും ഭയപ്പെടേണ്ടതില്ല, ഇവർക്ക് ജാമ്യം കിട്ടിയാലും ഈ കേസിനൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇതിന് സമയം വേണം, ഇതങ്ങനെ പെട്ടെന്ന് തെളിയിക്കാൻ കഴിയുന്നൊരു കേസല്ല. പിന്നെ അത് കോടതി പറഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും അത് അങ്ങനെയല്ല എന്ന്. അത് തന്നെ ഈ കോടതി തന്നെ ഇവരെ സംരക്ഷിക്കാനുള്ള ഇതാണെന്ന് തന്നെ നമുക്ക് തോന്നും. കാരണം ഈ കോടതി തന്നെ പറഞ്ഞേക്കണ ഈ ഇത് പിടിക്കാത്തതും അറസ്റ്റ് ചെയ്യാത്തതും ആളുകളെ ചോദ്യം ചെയ്യാത്തതും മകൻ കമ്മീഷനാണ് SP ആണെന്നൊക്കെ പറഞ്ഞ് കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. ദേവസ്വം ബെഞ്ച് അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ദേവസ്വം ബെഞ്ചിൽ തന്നെ ഇപ്പൊ നമ്മൾക്ക് തോന്നുന്നത് ഈ പ്രതികളൊക്കെ ഇറങ്ങിപ്പോയി തെളിവ് നഷ്ടപ്പെടുത്തി എന്തെങ്കിലും പിടിക്കണ്ടേ? ഇത് ശബരിമലയിൽ നിന്ന് പോയത് കോടികൾ അടിച്ചുകൊണ്ട് പോയത് ശരിയാണല്ലോ, കൊണ്ടുപോയല്ലോ കട്ടളപ്പാടി അടക്കം. എന്നിട്ട് ഇത് എവിടെ എത്തി, എന്ത് ചെയ്യുന്നു ഒന്നും ഇത് ചെയ്തിട്ടില്ല. ഇത് എവിടെയാണ് അന്വേഷിക്കണം? എന്താണ് ചോദ്യം? തൃശ്ശൂരിൽ നിന്നാണ് ശ്രീ സജി. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ പ്രതിച്ഛായ നന്നാക്കാൻ നടത്തിയ പരിപാടി? പക്ഷെ ആ പരിപാടി നടത്തിയ കാലം മുതൽ തന്നെ ഈ ശബരിമല വിഷയം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കണക്കിലെ അവ്യക്തത, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോ ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് ഈ സംഗമത്തിന്റെ വരവുകൾക്ക് കണക്കിന്റെ റിപ്പോർട്ട് വന്നു. ഇതിനു മുമ്പ് ഇവർക്ക് ഈ കഴിഞ്ഞ നടന്നിട്ട് ഇപ്പൊ 2-3 മാസം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡിനെ കാണിക്കാണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തു. ദേവസ്വം ബോർഡ് ഓഡിറ്റ് റിപ്പോർട്ട് പാസ്സാക്കിയിട്ടാണ് ഹൈക്കോടതിക്ക് കൊടുക്കുന്നത്. സാധാരണ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് അംഗീകരിച്ച് അത് നേരെ കോടതിയിലേക്ക് കൊടുക്കും. ഞങ്ങൾക്ക് ഭയങ്കര സംശയമുണ്ട്. എന്നെ സംബന്ധിച്ചു ഇത് കനകോലിന്റെ ഒരു തലയിൽ വെച്ച് കുട്ടിയ. കനകോലുമായിട്ട് എന്താണ് ബന്ധം? ദേവസ്വം കമ്മീഷണർ, സർക്കാർ നിയമിച്ച ദേവസ്വം കമ്മീഷണർ അവര് കൊടുത്ത അല്ല സജീവന്റെ സംശയം ചോദിക്കട്ടെ. സർക്കാരിന്റെ ദേവസ്വം കമ്മീഷണർ ഒരു കണക്ക് കോടതിയിൽ കൊടുക്കുന്നു. സർക്കാർ നിയോഗിച്ച PS പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്, പുള്ളി ഒരു കണക്ക് ഫേസ്ബുക്ക് വഴി പുറത്തു വെക്കുന്നു. ഈ 2 കണക്കുകളും തമ്മിൽ ഒരു തരത്തിൽ യോജിക്കുന്നില്ല. യഥാർത്ഥ വരവെത്ര, യഥാർത്ഥ ചെലവെത്ര എന്നെ സംബന്ധിച്ച് ഇപ്പോഴും സർക്കാരിനോ ദേവസ്വം ബോർഡിനോ കൃത്യമായ കണക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പൊ അതിൽ കനകോലുവിന്റെ കാര്യം എന്താണ്? അല്ല, അതിനു മുമ്പ് ഈ പറയുന്ന ദേവസ്വം കമ്മീഷണർ 2 റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് വേറെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കണക്കില്ല. അതന്വേഷിക്കാൻ കാര്യം ശ്രീ സജി, ഈ കണക്കുകൾ ഇതുവരെ പുറത്തു വന്ന കണക്കുകളിൽ, ഇപ്പോൾ വരെ പുറത്തു വന്ന ഒരു കണക്കുകളിൽ എത്രയാണ് ചെലവ്, എത്രയാണ് വരവ് എന്ന് സംബന്ധിച്ച്, എന്തിന് ചെലവാക്കി,
അത് സംബന്ധിച്ച കൃത്യമായ ഒരു വ്യക്തത വരുത്താൻ ദേവസ്വം ബോർഡിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് യാഥാർത്ഥ്യം, അത് അംഗീകരിക്കുമല്ലോ. ദേവസ്വം ബോർഡ് പുതിയ ദേവസ്വം ബോർഡിന്റെ ആള് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ 17-ാം തീയതി. കണക്കെന്തായാലും പുറത്തു വന്നിട്ടില്ല. ഒരു ക്ഷമിക്കാൻ പാടില്ല 17-ാം തീയതി വരെ ഈ മാധ്യമങ്ങൾക്ക്. ഇത് 17-ാം തീയതി വരെ എന്തിനാണ് ക്ഷമിക്കാൻ പറയാൻ? അതൊരു നാണമാവില്ലേ സജി? എന്നാണ് നടന്നത്? 2025 സെപ്റ്റംബർ 20 നടന്ന ആഗോള അയ്യപ്പ സംഗമം നടന്നിട്ട് 5 മാസമായി. ഇതിനിടയിൽ ഇത്രയും വിവാദമുണ്ടായി. അപ്പോഴെങ്കിലും ഈ സംബന്ധിച്ച കണക്കുകൾ സംബന്ധിച്ച് ചോദ്യം വരും. ഈ കണക്ക് കറക്റ്റായി അവിടെ എഴുതി വെക്കണം, കണക്ക് കൃത്യമായി കോടതിയിൽ കൊടുക്കണം, കണക്ക് ശരിയാക്കണം. അങ്ങനെ ഒരു ബോധമെങ്കിലും വേണ്ടേ? എന്നിട്ട് സ്വന്തം നിലയിൽ ഇതെല്ലാം അബദ്ധങ്ങൾ മുഴുവൻ കാണിച്ചിട്ട് ഇത് കനകോലു ചെയ്തതാണെന്നൊക്കെ പറയുന്നത് എന്താ? അതെന്ത് ന്യായീകരണമാണ്? അല്ല, കോടതിയിൽ വരെയും ഇന്നല്ലെങ്കിൽ നാളെ പറയേണ്ടി വരും, അതൊക്കെ യാഥാർത്ഥ്യം. പക്ഷേ 17-ാം തീയതി വരെ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നത് അത് എന്ത് കാര്യമാണല്ലോ? 5 മാസം മുമ്പ് നടന്ന പരിപാടിയാണ്. ഇവര് അഴിമതി നടത്തിയെന്ന് പറഞ്ഞു. അതിനകത്ത് ദേവസ്വം ബെഞ്ച് പറഞ്ഞോ? ആരാണ്? എന്താണ് ദേവസ്വം ബെഞ്ച്? ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ച്. ഞാനത് ആ കാര്യമല്ലല്ലോ ഇപ്പൊ പറഞ്ഞത്. ആ വിഷയ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ വളരെ വ്യക്തമായി തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുക്കുക, നിങ്ങൾക്ക് വേണ്ടാത്തത് മാത്രം തള്ളിക്കളയുക. അതുകൊണ്ട് ഇതെല്ലാം മോശമാണ്. കണക്കിൽ വ്യക്തത വരാറുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയൂ. ഈ റിപ്പോർട്ട് കൊടുത്ത ദേവസ്വം കമ്മീഷനെ സംശയമുണ്ട്. ശരി, ഈ ദേവസ്വം കമ്മീഷനെ നിയമിച്ചത് കനകോലുവും കോൺഗ്രസ്സുകാരാണല്ലോ. അതല്ലല്ല, അത് കൊടുത്ത വിജയം ഇതിപ്പോ പറയുന്നു അടുത്ത നമുക്ക് 17-ാം തീയതി വരും. എന്നിട്ട് ഇവരൊക്കെ മാപ്പ് പറയുന്ന ഒരു അവസാനം. ശരി, അഹമ്മദ് ബാവയാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. 10 മിനിറ്റും 38 സെക്കൻഡുമായി. കേട്ടില്ല. താങ്ക് യു. ഹലോ, പറഞ്ഞോളൂ. 980 ചിറ്റൂരിന്ന്, ആന്ധ്ര ചിറ്റൂരിന്ന് ഞാൻ ഒരു ലോഡ് എള്ളുമായിട്ട് എരുമേലിലേക്ക് വന്നിരുന്നു. അത് മറ്റേ സന്നിധാനത്തിലേക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് എരുമേലിയിലേക്ക്, അന്ന് ഞാൻ ഡ്രൈവറാണ്, വളരെ ചെറുപ്പമാണ്, ഒരു 22-23 വയസ്സ് ഉള്ള പ്രായത്തിലാണ്. അങ്ങനെ അന്നത്തെ പോലെ വേദനിച്ചില്ല. ലോറി നിർത്തി തൂക്കാൻ പറ്റാതെ എള്ളിന്റെ ചാക്കൊക്കെ ഇറക്കിയിട്ട് തൂക്കിയിട്ട് അവര് പറഞ്ഞു ഇതില് കുറവുണ്ട്, എള്ള് 360 രൂപ ഇതിൽ നിന്ന് നിങ്ങളെ വാടക പൈസ എന്ന് കുറയുന്നത്. അപ്പൊ പറഞ്ഞു ഞങ്ങൾ രണ്ടാളും, ഞാനും ഉണ്ട്, എന്റെ ക്ലീനറും ഉണ്ട്, ഞങ്ങൾ രണ്ടാളും ഒന്നും എടുത്തിട്ടൊന്നുമില്ല, ഞങ്ങൾ എന്തിനീ എള്ള എടുക്കുന്നത്, എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. അപ്പൊ അവിടുന്ന് ഒരു വിദ്വാൻ മെല്ലെ എന്നെ മാറ്റി വിളിച്ചിട്ട് പറഞ്ഞു, ആ സാറിന് ഒരു 200 റുപ്യ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 160 റുപ്യോളം ലാഭം കിട്ടും, അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് വാടകയിൽ കുറയുന്നു. അങ്ങനെ ഞാൻ ആ ബില്ല് വാങ്ങിയിട്ട് പറഞ്ഞു എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് വാടക വാങ്ങാൻ വേണ്ടിയിട്ട് ഓഫീസിൽ പോയപ്പോ, അങ്ങനെ വന്നപ്പോ അവിടെ ഒരു ആളിരിക്കുന്നുണ്ട്. അയാൾ എന്നോട് പറഞ്ഞു ഇരിക്കും എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരനാണ് ഞാൻ. ഇരിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട സാർ ഞാൻ നിന്നോളാം. അതെന്താ നിങ്ങൾക്ക് ഇരിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ, ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ ഇരിക്കുന്നു പറഞ്ഞു. നിങ്ങളും തന്നെ എന്നെയും വിളിച്ചത്. ഞാൻ അവിടെ ഇരുന്നു, ഒരു ചുക്ക് കാപ്പി തന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാനും എന്റെ ക്ലീനറേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല, ഇത് വാടക കുറഞ്ഞാലും മുതലാളിമാരെടുത്ത് എത്തുമ്പോ തിരൂരാണ് ഇത്, എന്തെങ്കിലും ഞങ്ങളുടെ ഈ പൈസയൊന്നും കുറഞ്ഞു പോകില്ല, ഞങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ. അങ്ങനെ അത് തൂക്കി ആളെ വിളിച്ചിട്ട് ഇയാൾ പറഞ്ഞു എന്താ ഇതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സാറേ ഇത് ഇത്ര കുറവുണ്ടെന്ന് പറഞ്ഞു. എടോ അത് എള്ളാണ്, എള്ളൊക്കെ കുറെ ദൂരത്തുനിന്ന് ആന്ധ്ര ചിറ്റൂരിൽ നിന്നാണ് വരുന്നത്, ന്യൂട്രീൻ കമ്പനീന്റെ അടുത്തുനിന്ന്. ന്യൂട്രീൻ എന്ന് പറയുന്ന മുട്ടായി ഉണ്ടാക്കുന്ന ആ കമ്പനീന്റെ അടുത്തുനിന്ന്. അത് കുറഞ്ഞു പോകും, എന്തിനാ നിങ്ങൾ ആ പാവത്തിന്. അദ്ദേഹം അതിൽ എന്തോ എഴുതി ചേർത്ത്, അത് ഇംഗ്ലീഷിലാണ് എഴുതി ചേർത്തത്. അങ്ങനെ എന്നോട് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് എനിക്ക് ആ പൈസയും തന്നു. പൈസയും തന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു സ്വാമിയെ ശരണം അയ്യപ്പാന്ന്. അപ്പൊ അദ്ദേഹം എണീറ്റ് നിന്നുകൊണ്ട് കൈ തന്നിട്ട് ശരണം അയ്യപ്പാന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഒരു ഇത് ഇപ്പോഴും എന്റെ മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അയ്യപ്പ സമ്മേളനത്തിന്റെ കാര്യം ചോദിച്ചാൽ അപ്പൊ പറയും ഉച്ചക്കഞ്ഞിയിൽ നടന്ന വിഷയം, ഉച്ചക്കഞ്ഞിന്റെ കാര്യം ചോദിച്ചാൽ അപ്പൊ പറയും കനകേലു ചെയ്ത വിഷയം, കനകേലിന്റെ വിഷയം പറഞ്ഞാൽ അപ്പൊ പറയും സാഫി വടകര മൈക്ക് തട്ടിപ്പറിച്ചെന്ന്. ഇത് കുറുവ സംഘത്തിന് പോലും നാണിപ്പിക്കുന്ന ഇത് ഈ അയ്യപ്പ ഭക്തന്മാർക്ക്, ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ്, ഞാൻ ഇവരെയൊക്കെ മാനിക്കുന്നവരും പിന്നെ ആദരിക്കുന്ന ഒരാളാണ്. എനിക്ക് പോലും വിഷമങ്ങളുണ്ട്. അപ്പൊ ഈ യഥാർത്ഥ ഹിന്ദുക്കളായിട്ടുള്ള ഭക്തർക്ക് എത്രത്തോളം വിഷമം ഇത് വരും? ഇത് ഈ പൊന്ന് കിടന്നു ഉരുളുക. ഇന്നലെ ഒരു വിദ്വാൻ ചാനലിൽ പറഞ്ഞ് ആ റിപ്പോർട്ടുകൾ കംപ്ലീറ്റ് തെറ്റാണ്, ഞാൻ തെളിയിക്കാം. എവിടുന്ന് തെളിയിക്കുന്നു? ഇന്നിപ്പോ അതാ പറഞ്ഞ് ഓഡിറ്റിൽ വന്ന ഒരു പെശകുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇതിനായിട്ട് ഉണ്ടാക്കിയ ഒരു ഇതാണ്. ഇതൊക്കെ കുറുവാ സംഘം പോലും ചെയ്യാത്ത ഒരു പരിപാടിയാണ്. ഇതിനൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ അഹമ്മദ് ബാബയുടെ അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. ശ്രീ ബാബു ആണ്. ശ്രീ ബാബു, ക്ഷമിക്കണം, ബാബു അല്ല, അദ്ദേഹത്തിന്റെ ടെലിഫോൺ തടസ്സമാണെന്ന് തോന്നുന്നു. ശ്രീ വിജയൻ കൊല്ലത്തുനിന്ന്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? നമസ്തേ സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞു. അല്ല, എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കൊള്ള എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇത് വലിയ കൊള്ളയാണ്. അവർ ഈ ഒരു ഭരണം വന്നതിന് ശേഷം ഈ ശബരിമലയിലായാലും ബാങ്കിന്റെ കാര്യത്തിലായാലും കരവന്നൂർ ബാങ്ക് ആയാലും കണ്ടകന്നൂർ ബാങ്ക് ആയാലും ഇതെല്ലാം കൊള്ളയടിയല്ലേ സാറേ? ഇതെന്തോ ഇത് ഭരണമാണോ? ഇത് ഭരിച്ചോ? ഇത് ഭരണമൊന്നുമല്ല സാറേ. ഇത് ഈ നാട്ടിലൊരു ഭരണമില്ല. ഈ എന്തെല്ലാം കേസുകളാണ് ഇവരുടെ പേര്, സ്വർണ്ണക്കേസ് തന്നെ ഏതെല്ലാം തരത്തിൽ, പിന്നെ ഈ മാസപ്പടി കേസ്, എത്ര കേസുകളാ. ഇവർക്കൊക്കെ നാണമില്ലേ സാറേ? ഇതൊക്കെ പറയാതിരിക്കുന്നത് എങ്ങനെയാ സാറേ? ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ തങ്കച്ചനാണ്, കോട്ടയത്ത് നിന്നാണ്. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ അയ്യപ്പ സംഗമം മുതൽ? അതിനു മുമ്പ് തന്നെ വിവാദമുണ്ട്. അന്ന് മുതൽ തന്നെ ഈ ശബരിമല വിവാദങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് സംബന്ധിച്ചാണ് വിവാദം. താങ്കൾക്ക് അതിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഈ സംഗമത്തിൽ കാണിച്ച ചാൾസ് ശോഭരാജിനേക്കാൾ കൂടുതൽ അയാൾ പോലും ഞെട്ടിക്കൽ നിലയിലുള്ള ഒരു സംഭവമാണ് ഈ അയ്യപ്പ സംഗമത്തിൽ നടന്നതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ പ്രൈമറി കോൺട്രാക്റ്റും സബ് കോൺട്രാക്റ്റും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങൾ കാണാൻ ചെറിയില്ല. അതിനിപ്പോ നമ്മുടെ മന്ത്രി പറഞ്ഞ കണക്കിന് 10 ലക്ഷത്തിനോളം 10 കോടിയോളം വരുന്ന ചെലവാണ് മന്ത്രി പറഞ്ഞത്, നിയമസഭയിൽ പറഞ്ഞത്. പക്ഷെ കിട്ടിയിരിക്കുന്ന കേരള ബാങ്ക് 1 കോടി, ധനലക്ഷ്മി ബാങ്ക് 2 കോടി. ബാക്കി കാശ് ഈ കാശെല്ലാം കാണാതെ വന്നിട്ട് അടുത്ത സ്പോൺസറെ തിരക്കണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, അയ്യപ്പ ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സംഗമം നടത്തുമ്പം ഭക്തിയോടും മുക്തിയോടും തന്നെയാണ് വരുന്നത്. അവർക്ക് എന്തിനാണ് ഈ പഞ്ചായത്ത് ഹോട്ടലിൽ മുറിയെടുത്തത്? കുമരകത്ത് പഞ്ചായത്ത് ഹോട്ടലിലെ 25 ലക്ഷത്തോളം രൂപയാണ്, മൂന്നാറിൽ 37 ലക്ഷത്തോളം രൂപ. ഇന്നലത്തെ ചർച്ചയിൽ കേട്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ സ്വന്തം അതിന്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായ തുക കേട്ട കാര്യം ഞാൻ പറഞ്ഞു. ഇത് തന്നെയല്ല, ഇത്തരം കാര്യങ്ങൾ ഈ മന്ത്രി ഇത്രയും കാലമായിട്ട് ജയറാമിനെ പോലും SST ചോദ്യം ചെയ്തു. ഈ വാസവൻ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാതെ? തീർച്ചയായിട്ടും വാസവന്റെ കാലത്തല്ലല്ലോ ശ്രീ തങ്കച്ചൻ ഇതൊന്നും നടന്നത്. വാസവന്റെ കാലത്തല്ല, സമ്മതിച്ചു. വാസവൻ ആരാ നിങ്ങൾക്കറിയത്തില്ല, നിങ്ങൾക്കറിയത്തില്ല. ഞങ്ങളെ കൊന്നിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാ, ഞങ്ങൾക്കറിയാം വാസവൻ ആരാ. തങ്കച്ചനായിരിക്കും. ശ്രീ വാസവന്റെ കാലത്തെ അല്ല ഇത് നടന്നത്. വാസവന്റെ കാലത്തെ അല്ല നടക്കാത്ത ഒരു കാര്യത്തിന് മന്ത്രി വാസവൻ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? അങ്ങനെയാണ് മുൻമന്ത്രിയെ ഈ മന്ത്രിയിലേക്ക് എത്താൻ മന്ത്രിക്ക്, കേരളത്തിലെ മന്ത്രിമാർക്ക് ഈ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഏതെങ്കിലും പ്രത്യക്ഷത്തിലൊരു നിയന്ത്രണത്തിലുള്ള അധികാരം ഒന്നും തന്നെയില്ല. ദേവസ്വം ബോർഡിന്റെ തീരുമാനം ദേവസ്വം ബോർഡാണ് എടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം മൊഴിയെടുത്തല്ലോ പലതവണ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേനല്ലോ, എന്തെങ്കിലും SITക്ക് തെളിവുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞത് സമ്മതിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ MP പറയുന്നതല്ലേ നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വാർത്താ ചാനൽ നിങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെ തീരുമാനം എത്തും, അല്ലെ പ്രോഗ്രാം മാനേജ് ചെയ്യുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പരിപാടി ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെയാണ് മന്ത്രിസഭ. തീർച്ചയായിട്ടും മന്ത്രിക്ക് അതിന്റെ ഒരു കുടുംബമാണ്, ഒരു മന്ത്രിസഭ ഒരു കുടുംബമാണ്. ആ കുടുംബമാണ് തീർച്ചയായിട്ടും ആ കുടുംബനാഥന് ഉത്തരവാദിത്തമുണ്ട്, ആ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ കാര്യങ്ങൾ കണ്ട് പഠിച്ച് വേണം ചെയ്യാൻ. അല്ല ചുമ്മാ ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ട്. അഭിപ്രായമാണ്. ശ്രീ KG കുമാർ, കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ KG കുമാർ, താങ്കൾ എങ്ങനെ കാണുന്നു ഈ അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച കണക്കുകളിൽ അവ്യക്തതയും അത് സംബന്ധിച്ച വിവാദങ്ങളെ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ നേരത്തെ സ്വർണ്ണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട ഈ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഈ അയ്യപ്പ സംഗമം നടത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ നേരത്തെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ മന്ത്രി മുൻകൈ എടുത്ത് ഉദ്യോഗസ്ഥ തലത്തിലായാലും ഇത് ആരാണ് ഇതെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ആരായാലും അതിലൊരു നിയന്ത്രണവും അതിൽ കൃത്യമായിട്ട് ഇടപെടുകയും എല്ലാം നോക്കുകയും എല്ലാം ചെയ്യേണ്ടിയിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നേരത്തെ ഇരുന്ന കടകംപള്ളി സുരേന്ദ്രനായാലും ഇപ്പൊ ഇദ്ദേഹമായാലും മന്ത്രിക്ക് ഇതിൽ ഇടപെടാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മാത്രം മതിയല്ലോ, ഒരു മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ. മന്ത്രിക്ക് എന്തെങ്കിലും നിയന്ത്രണം ഉള്ളത് കൊണ്ടാണല്ലോ ഇതിനകത്തൊരു മന്ത്രിയെ വെച്ചിരിക്കുന്നത്. അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ ഇങ്ങനെ ഉള്ള സ്ഥിതിക്ക് വളരെ കൂടി കാര്യം ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ഏത് വിധത്തിലും കാശ് അടിച്ചു മാറ്റാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് കിട്ടുന്ന ഒന്നും തികയത്തില്ല. ഭയങ്കര ആർത്തി മൂത്ത കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എല്ലാവരും പറയുമല്ല,
അവരാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത്. അപ്പൊ നേരത്തെ ഇങ്ങനൊരു ഇഷ്യൂ നിൽക്കുന്ന സ്ഥിതിക്ക് മന്ത്രി പിന്നെ മുൻകൈ എടുത്തിട്ട് പ്രസിഡന്റ് ആണോ അത് ആരാണ് ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ നിയന്ത്രിക്കുകയും അതിൽ കർശനമായ ഒരു നിർദ്ദേശവും കൊടുക്കേണ്ടതുമായിരുന്നു. അത് കൊടുക്കാതിരുന്നത് വലിയൊരു പാളിച്ചയായി പോയി. പിന്നെ എന്തായാലും ശരി തന്നെ, ഈ ആൾക്കാർ ഈ പറയുന്ന പോലൊന്നും അല്ല. എന്തായാലും 75 സീറ്റുമായിട്ട് വീണ്ടും ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരികയും ചെയ്യും. ഒരു കുഴപ്പമില്ല. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ് KG കുമാറിൻ്റേത്. നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഇതിൽ ശശിധരൻ പിള്ള പറയുന്നു, സംഗമവും മോഷണവും എല്ലാം കൂടി ഇപ്പോൾ അയ്യപ്പ സങ്കടമായി മാറിയല്ലോ, സംഗമത്തെ സങ്കടമാക്കി മാറിയല്ലോ എന്നാണ് പറയുന്നത്. ഷിജു കിരിയത്ത് പറയുന്നു, ദേ ഷുഡ് ഹാവ് ബീൻ വെരി മച്ച് കെയർഫുൾ ആസ് ദിസ് ഈസ് വെരി സെൻസേഷണൽ ഏരിയ എസ്പെഷ്യലി വിത്ത് എനി റിലീജിയൻ എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. വെറും കാട്ടുകൊള്ളയല്ല നടന്നത് എന്ന് ശോഭ കെ പറയുന്നു. പ്രമോദ് എന്നാണ് പറയുന്നത്, അന്താരാഷ്ട്ര തലത്തിൽ പരസ്യം നൽകി കട്ടിൽ മെത്ത തലേണ ലേലം ചെയ്യുക, കോടികൾ ലഭിക്കുമെന്ന് പ്രമോദാണ് പറയുന്നു. അങ്ങനെ കട്ടിൽ വാങ്ങി മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്നുള്ളത് ശരിയല്ല എന്നത് ഇപ്പോൾ പുറത്തു വന്ന ഒരു വിവരമാണ്. പലരുടെയും കീശ വീർപ്പിച്ച വിഷയമാണ്. കുഞ്ഞഹമ്മദ് എന്താ ചർച്ച പുളിക്കുമോ, കടൽ മിണ്ടരുതല്ലേ എന്നൊക്കെ പറയുന്നു. എന്താണ് ശശിധരൻ പിള്ള ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഓരോന്ന്. അശോകൻ നടക്കോട്ട് പറയുന്നു, നമസ്കാരം, ഞാൻ ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് തുണികൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തുണിയൊന്നുമില്ലെന്നായിരുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള മഹി പറഞ്ഞത്. പമ്പയിൽ എല്ലാവരും ശ്രദ്ധിച്ചു. ദാ വരുന്നു മഞ്ചേരിയിൽ നിന്ന് അടുത്ത ന്യായീകരണ തൊഴിലാളി എന്നൊക്കെ കളിയാക്കുന്നു. ശശിധരൻ പിള്ളയാണ്. മുരളീധരൻ പി പറയുന്നു, കേരളത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കമ്മീഷൻ കിട്ടുമെന്നാണ് ആദ്യം നോക്കുന്നത് എന്ന് പറയുന്നു. വലതു മാധ്യമങ്ങൾ കള്ളക്കഥകൾ പരത്തുന്നു, അത് പൊളിയുന്നു, അപ്പോൾ അടുത്തത് വരുന്നു, അതും പൊളിയുന്നു, അടുത്തത് നിർമ്മിക്കുന്നു, ഒരെണ്ണം പോലും ക്ലിക്കായിട്ടില്ല, ഇതാണ് ഇടതുപക്ഷമെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. AK കൃഷ്ണൻകുട്ടി, ഇത് വലതു മാധ്യമങ്ങളോ ആരെങ്കിലും നിർമ്മിച്ചല്ല ഈ കണക്ക് കോടതിയിൽ കൊടുത്തത്. കോടതിയിൽ ഈ സർക്കാർ നിയോഗിച്ച ദേവസ്വം കമ്മീഷണർ തന്നെയാണ് കൊടുത്തത്. ഈ സർക്കാരിൻ്റെ തന്നെ ആളായ ദേവസ്വം മുൻ പ്രസിഡൻ്റാണ് കണക്ക് ഫേസ്ബുക്കിൽ ഇട്ടതും, അല്ലാതെ മാധ്യമങ്ങൾ നിർമ്മിച്ച് ഇട്ടതുമൊന്നുമല്ല ഈ കണക്കുമായി ഇപ്പോൾ വന്ന വിഷയങ്ങൾ. പരസ്പര ബന്ധമില്ലാത്ത കണക്കുകൾ കൊണ്ടുവന്നത് വലതു മാധ്യമങ്ങളൊന്നുമല്ല. കൃഷ്ണൻകുട്ടി കൊടുക്കാത്ത പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് തെറ്റായിപ്പോയെന്ന് മുൻ പ്രസിഡന്റ് പറഞ്ഞത് കേട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്നു. അത്ര അവർ തമ്മിലുള്ള തർക്കങ്ങൾ പിന്നെ കുറച്ചുണ്ട്. രഘുനന്ദനൻ പറയുന്നു, ഇലക്ഷൻ വരികയല്ലേ, ഒരു പുകമറ സൃഷ്ടിച്ച് വോട്ട് നേടാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്, എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കട്ടെ എന്നാണ് രഘുനന്ദനൻ തിരുവില്ലാമാരം പറയുന്നത്. നിങ്ങൾ എത്ര അടച്ചു പിടിച്ചാലും ഇരുട്ട് വരില്ല, അല്പം തുറന്നാൽ മതി, വെളിച്ചം ഇരച്ചു കയറുമെന്നൊക്കെ ശശിധരൻ പിള്ള പറയുന്നു. മറ്റൊന്ന് അങ്ങനെ അവരുടെ തർക്കങ്ങളൊക്കെയാണ് താഴോട്ട് കിടക്കുന്നത്. കൂടുതലും ശശിധരൻ പിള്ളയും AK കൃഷ്ണൻകുട്ടി. പിന്നെ വിജയകുമാർ പറയുന്നു, ദേവസ്വം ബോർഡും സർക്കാരും ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ഒരു തട്ടിക്കൂട്ട് കണക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറുവാ സംഘത്തെ വെല്ലുന്ന കൊള്ളയാണ് എന്ന് പറയുന്നു. മോഹൻ പറയുന്നു, കമൻ്റ് ഇടുന്നത് TV-യിൽ വായിച്ച് കേൾക്കാനല്ല, മൊബൈൽ കാണുന്നവർ വായിക്കാനാണെന്ന് മോഹൻ പറയുന്നു. ശ്രീ മോഹനൻ, കമൻറ്റ് നമ്മൾ ഇടയ്ക്ക് നേരത്തെ വായിക്കില്ലായിരുന്നു, പക്ഷേ കമൻറ്റ് വായിക്കണമെന്ന് നിരന്തരം ഒരുപാട് പേരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നമ്മൾ ഈ ഇത് കമൻറ്റ് വായിക്കുന്നത്. കൂടുതൽ പേർ കമൻറ്റ് അറിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും നാണക്കേടൊന്നും ഇല്ലല്ലോ ശ്രീ മോഹനൻ. തമിഴ്നാട്ടിലും കർണാടകയിലും ഉള്ളവരെ അയ്യപ്പ സംഗമം കൊണ്ട് ആകർഷിച്ചു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. എൻ്റെ അമ്മാവൻ അവിടെ ജോലി ചെയ്യുമ്പോൾ 60 വർഷം മുമ്പ് എത്രയോ തമിഴരുമായി മല കയറിയിട്ടുണ്ടെന്ന് മുരളീധരൻ നായർ പറയുന്നു. ശ്രീ മുരളീധരൻ നായർ, തമിഴ്നാട്ടിലും കർണാടകയിലും ഉള്ളവരെ അയ്യപ്പ സംഗമം നടത്തി ആകർഷിച്ചു എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഉള്ളവരെ ആകർഷിച്ച് ശബരിമലയിലേക്ക് എത്തിച്ചത് PKC എന്ന് പറയുന്ന PK ചന്ദ്രാനന്ദൻ ദേവസ്വം ബോർഡിൻ്റെ വരവായി ആയിരിക്കുമ്പോൾ അന്ന് നടത്തിയ ജ്യോതിർപ്രയാണത്തിലൂടെയാണ് കൂടുതൽ 1,00,000 പേര് മാത്രം എത്തിക്കൊണ്ടിരുന്നൊരു സ്ഥലത്ത് ഒരു ദിവസം 1,00,000 പേരെ എത്തിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചത്. അതിനുശേഷമാണ് ക്രമാനുഗതമായി അവിടെ വർധനമുണ്ടായത്. അതൊരു യാഥാർത്ഥ്യമാണ്. ജയകുമാർ, രാജീവിനെ കോടതിയിൽ വിട്ടത് മൂത്ത CBI എന്നാൽ അതൊക്കെ എന്താണെന്ന് കൃത്യമായി വായിക്കാൻ വയ്യ. എന്തായാലും പിന്നീട് കുറേ ഏറെ തർക്കങ്ങളാണ്. ദേവസ്വം ബോർഡിൻ്റെ ക്രയവിക്രയങ്ങളുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക തന്നെയാണ് ഒരു പുറത്തുള്ള ഓഡിറ്ററിൻ്റെ ലക്ഷ്യം. അവർ അവരുടെ ജോലി ഭംഗിയായി ചെയ്തു, ഇനി കോടതി നോക്കിക്കോളുമെന്ന് അസ്കർ 2296 പറയുന്നു. അങ്ങനെ പിന്നീട് തർക്കങ്ങളൊക്കെയാണ് കൂടുതൽ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കിനെ ചൊല്ലിയുള്ള വിവാദങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി കത്തി നിൽക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം വിളിച്ചപ്പോൾ മുതൽ തുടങ്ങിയ വിവാദങ്ങളാണ്.
സംഗമം നടന്നിട്ട് 2025 സെപ്റ്റംബർ 20 നടന്ന സംഗമം 5 മാസമാകുന്നു. 5 മാസമായിട്ടും അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി നോക്കാനോ അത് ജനങ്ങളോട് പറയാനോ ഉള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡിന് മാറി നിൽക്കേണ്ടി വരുന്നത്? ഇപ്പോൾ ഇങ്ങനെ അഴിമതിയുടെ ആരോപണത്തിന് മുന്നിൽ നിന്ന് പകച്ചു നിൽക്കേണ്ട അവസ്ഥ വന്നത്? ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിലല്ലേ ഇതിന്റെ കണക്ക് പറയേണ്ടത്? ഹൈക്കോടതിയിൽ മാത്രമല്ല പറയേണ്ടത്. ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കണക്ക് ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിക്കുകയും ആളുകളെ അറിയിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ദേവസ്വം ബോർഡിന്റെ പണം എന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ പണമാണല്ലോ. ഹൈക്കോടതി പറയുമ്പോ അത് ഓട്ടോമാറ്റിക്കായി അത് വാർത്തയായിട്ട് ജനങ്ങളിലേക്ക് എത്തും. അതാണല്ലോ സംഭവിക്കുക. ഹൈക്കോടതി കൊടുത്ത കണക്കും ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കണക്കും എല്ലാം പൊരുത്തപ്പെടുന്നില്ല. ഞാൻ പറയാൻ തന്നെയല്ലേ വിളിച്ചത്. പറഞ്ഞോ. അതായത് ഈ 1 ലക്ഷം രൂപയുടെ കട്ടില് വാങ്ങി എന്നുള്ളത് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടായിരുന്നോ? ഈ കൊടുത്തെന്ന് പറഞ്ഞതിനകത്തുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതാരുണ്ടാക്കിയ കഥയാ? അതായത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വലതു മാധ്യമങ്ങൾക്കും അവരെ കൊണ്ട് ഗുണം കിട്ടേണ്ടവർക്കും വേണ്ടി കഥകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തെല്ലാം കഥ വന്നു. ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം കണ്ടായിരുന്നേ, അതുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ഒരു ഷാജി പത്തനംതിട്ട ഈ പൊതുവരി വിളിച്ചു പറഞ്ഞോ അവിടുത്തെ സ്കൂളുകളില് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്? ശ്രീകൃഷ്ണൻകുട്ടി അത് പറഞ്ഞു. എന്തായാലും പോട്ടെ. അതിന് ഒറ്റ ചോദ്യമേ ഉള്ളൂ. അതിന് പുള്ളി പറഞ്ഞ ഫോണിൽ കൂടെ പറഞ്ഞുതരാന്ന് പറഞ്ഞ സ്കൂളിന്റെ പേര് അത് പറഞ്ഞു തന്നോ? അത് ഇന്നലെ കഴിഞ്ഞ കാര്യമാണ് ശ്രീകൃഷ്ണൻകുട്ടി. അതല്ല, താങ്കൾ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരാം. അല്ല, താങ്കൾ പറഞ്ഞ വിഷയത്തിൽ താങ്കൾ ഈ പറഞ്ഞ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് 1 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങി എന്നൊക്കെ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ ഒറ്റ ചോദ്യമേ ഉള്ളൂ, 5 മാസം മുമ്പ് നടന്ന ആഗോള അയ്യപ്പ സംഗമം അതിന് എത്ര രൂപ ചെലവായി, എത്ര രൂപ കിട്ടി എന്ന് ചോദിച്ചാൽ കൃത്യം കണക്ക് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ദേവസ്വം ബോർഡ്. ഇന്ന് ഈ നിമിഷം വരെ ദേവസ്വം ബോർഡിന് ആ തരത്തിലേക്ക് ഒരു കണക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കണക്കിൽ എവിടെയോ കുഴപ്പമുണ്ട് എന്ന് സാമാന്യ യുക്തിയുള്ള ഏത് മനുഷ്യനും ചിന്തിക്കും. അങ്ങനെ ഇത് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കള്ളക്കഥ ഉണ്ടാക്കാൻ പാടുണ്ടോ? പക്ഷേ കള്ളക്കഥയല്ലല്ലോ, കണക്ക് കൊടുത്തിട്ടില്ല എന്ന് യാഥാർത്ഥ്യം, കണക്ക് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമല്ലേ? ഞാൻ കട്ടില് മേടിച്ച വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനോട് ഒരു കഥ വന്നപ്പോൾ അതിനനുബന്ധിച്ച് ചില കള്ളക്കഥകൾ കൂടി വന്നു. പക്ഷെ കഥയല്ലല്ലോ, കണക്ക് കൃത്യമായി എന്താണ്, എത്ര രൂപ കിട്ടി, എത്ര രൂപ ചെലവാക്കി, എന്തിനൊക്കെയാണ് ചെലവാക്കിയത്, ഇത് കൃത്യമായി പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞാൻ പറയട്ടെ. അത് പറയൂ. താങ്കൾ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് പറയാൻ പറ്റുമോ? അല്ല, ഇത് പറയൂ. താങ്കൾ വേറെ വിഷയത്തിലേക്ക് പോയതുകൊണ്ടാണ് ഇടപെട്ടത്. അല്ല, അത് ഇന്നലെ കണ്ട കാര്യമല്ലേ പറഞ്ഞു പോകണ്ടേ? ഇത് പറ. അതായത് കള്ളക്കഥ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഈ കള്ളക്കഥ ഉണ്ടാകുന്നതിനെ പറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഈ രാഷ്ട്രീയക്കാര് പറഞ്ഞാലേ വിശ്വസിക്കാൻ പറ്റാതെയുള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ ജയകുമാർ അതിന് മറുപടി പ്രസ്താവന നടത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ എന്താണ്, അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്, അതങ്ങനെയൊന്നുമല്ല കാര്യങ്ങള്. ഞങ്ങൾ ഹൈക്കോടതിയിൽ കൃത്യമായ കണക്ക് കൊടുക്കും. 17-ാം തീയതി ദേവസ്വം ബോർഡ് കൂടുന്നുണ്ട്. ആ സമയം അത് കൃത്യമായി പരിശോധിച്ച് പാസ്സാക്കിയതിനു ശേഷം കോടതി അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്രീകൃഷ്ണൻകുട്ടി, ഇത്രയും വിവാദമായ വിഷയത്തിൽ 5 മാസം മുമ്പ് നടന്ന ഒരു പരിപാടിയിൽ ഇനി 17-ാം തീയതി വരെ കാത്തിരിക്കണം ഞങ്ങൾക്ക് കണക്കിന് വേണ്ടി എന്ന് പറഞ്ഞ എന്ത് ന്യായമാണ്? അതിലെന്താ ന്യായം? കോടതിയിൽ കൊടുത്ത ദേവസ്വം കമ്മീഷനാണ്. അതിൽ പിഴവുണ്ടെന്ന് ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയേണ്ടി വരുന്നു. ഇന്നലെ പഴയ പ്രസിഡന്റ് വേറൊരു കണക്ക് ഫേസ്ബുക്ക് വഴി അവതരിപ്പിക്കുന്നു. ഇതിൽ ഏതാണ് ശരിയെന്ന് ജനം എങ്ങനെ അറിയും? നോക്കൂ പഴയ പ്രസിഡന്റ് ഇറങ്ങിപ്പോകുന്ന സമയത്തെ കാര്യങ്ങളായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പറയേണ്ടത് പുതിയ പ്രസിഡന്റാണ്. പുതിയ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോ ഈ പറഞ്ഞതെല്ലാം പൊളിയും, ഈ കഥകളൊക്കെ പൊളിയും. ഇനി എന്താ, ഇനി കണക്ക് കൊടുത്താണ് എന്ത് കാര്യം? നിങ്ങൾ നടത്തിയ പരിപാടി 5 മാസമായിട്ടും കണക്ക് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇനി 17-ാം തീയതി വരെ കാത്തിരിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണത്? ഞാനൊന്ന് പറയട്ടെ, അങ്ങനെ പൊളിഞ്ഞു കഴിയുമ്പോ ഈ കഥയുണ്ടാക്കിയവരും പ്രസിദ്ധപ്പെടുത്തിയവരും ചർച്ച ചെയ്ത ചാനലുകളും എന്തിനാ അങ്ങനെ ആ കഥ പൊളിഞ്ഞാലും അതിൽ യാതൊരു ഖേദവുമില്ല. അങ്ങനെ ഇനി കഥകളാണെങ്കിൽ പോലും പൊളിഞ്ഞാൽ ഖേദമില്ല. കാരണം ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു പരിപാടി നടത്തി 5 മാസം കഴിഞ്ഞിട്ട് അതിന്റെ കണക്ക് ശരിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, കണക്ക് കോടതിയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ പല ഗുരുതരമായ തെറ്റ് വേറെ എന്താണ്? ചാനലുകൾക്കും പത്രങ്ങൾക്കും നല്ല തൊലിക്കെട്ടിയാ അവര് കൊണ്ടുവന്ന കഥ എത്ര പൊളിഞ്ഞാലും അവർക്ക് ഒരു ഉളുപ്പുമില്ല. അവരിനിയും കഥ ഉണ്ടാക്കിക്കൊണ്ടേ. ഇതിന് ഉളുപ്പൊന്നും വേണ്ടേ കൃഷ്ണൻകുട്ടി? ഇതുവരെ പൊളിഞ്ഞതിൽ ആരെങ്കിലും മാപ്പ് പറഞ്ഞോ? ശ്രീ കൃഷ്ണൻകുട്ടി, അപ്പോൾ ഇതിന് ഉളുപ്പൊന്നും വേണ്ടേ? 5 മാസം മുമ്പ് നടന്ന പരിപാടിയുടെ കണക്ക് ഇപ്പൊ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇനി 17-ാം തീയതി തയ്യാറാക്കി കൊടുക്കാമെന്ന് പറയേണ്ട ഗതികേടിന് യാതൊരു ഉളുപ്പുമില്ലേ? ഉളുപ്പിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അതിനകത്ത് കള്ളത്തരം ഉളുപ്പിന്റെ ആവശ്യം. കള്ളത്തരമില്ലെങ്കിൽ എന്നേ കണക്ക് ശരിയാക്കി കൊടുക്കാമായിരുന്നല്ലോ, കണക്ക് കറക്റ്റ് ആക്കി കൊടുക്കാമായിരുന്നല്ലോ.
സമയത്ത് കൊടുത്തില്ല എന്ന് പറയുന്നതിന് പേരിൽ ഹൈക്കോടതിക്ക് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ അന്നേരം അതിന്റെ ഒരു ആവശ്യമുള്ളൂ. ഹൈക്കോടതിക്ക് അതിനെപ്പറ്റി വിമർശനം ഇല്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാർത്തയുണ്ടോ? ഇത് താമസിച്ചൊന്നും കോടതിയിൽ കണക്ക് പരിശോധിക്കട്ടെ, അപ്പോൾ അതിനുശേഷമല്ല അതിന്റെ വാർത്ത വരുന്നത്. ഹൈക്കോടതി വിമർശിച്ചു എന്ന് പറഞ്ഞു എന്തായാലും ശ്രീ കൃഷ്ണൻകുട്ടി, നിലവിൽ ഇന്നേ തീയതി വരെ ഈ കണക്കിൽ വ്യക്തതയില്ല. നാളെ വ്യക്തത വരുമായിരിക്കും, ചിലപ്പോൾ വരില്ലായിരിക്കും, അതെനിക്കറിയില്ല. പക്ഷെ ഇന്നേ തീയതി വരെ വ്യക്തതയില്ല എന്നത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. വ്യക്തത വരുന്നവരെ കാത്തിരിക്കണം. അതിന് പകരം അപ്പൊ അനന്തമായി കാത്തിരിക്കാം ഓരോ കാര്യത്തിലും. ഏതെങ്കിലും ഒരു കാലത്ത് കോടതി ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും പറയില്ലായിരുന്നല്ലോ. ഈ മാസം തന്നെ ഇതിനൊരു വ്യക്തത വരും. അതുവരെ കാത്തിരിക്കുകയാണ് വേണ്ടത്. അതുവരെ കാത്തിരിക്കല്ല വേണ്ടത്. പരിപാടി കഴിഞ്ഞിട്ട് കാലം കുറയായി. ഇതിന്റെ മറുപടി കിട്ടിക്കഴിയുമ്പോഴേ കോടതി വന്നു കഴിയുമ്പോൾ നമ്മൾ പൊതുവേദിയിൽ ഒന്നും കൂടെ ചർച്ച ചെയ്യും. ശരി, പൊതുവേദിയിൽ അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ കണക്ക് ശരിയായാലും തെറ്റായാലും ഇത്ര കാലം ഈ കണക്കിൽ വ്യക്തതയില്ലാതിരിക്കുന്നത്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം കമ്മീഷനും വ്യക്തതയില്ലാതിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ആ വീഴ്ച കോടതിയിൽ ഇനി കണക്ക് കൊടുത്താലും മാറില്ല. ഒരു കാര്യം താമസിച്ചു എന്ന് പറയുന്ന വലിയ ക്രൈം ഒന്നുമല്ല. അത് കോടതിക്ക് സമ്മതമാണ്. പിന്നെ നമ്മളാരും അതിന് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഇത് ക്രൈം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ക്രൈമാണെന്ന് നമ്മൾ രണ്ടുപേരാണ് തീരുമാനിക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ അങ്ങനെ തീരുമാനിച്ചോളൂ. എന്തായാലും സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും വിവാദമായ ഒരു പരിപാടിയും ആ പരിപാടിയുടെ വരവെന്ത് ചെലവെന്ത് എന്നത് കൃത്യമായി പറഞ്ഞായിരുന്നെങ്കിൽ ആരും ഇതിൽ ആക്ഷേപം ഉന്നയിക്കില്ല. എന്തായാലും കണക്ക് വന്നു കഴിയുമ്പോൾ ഒന്നും കൂടെ ചർച്ച ചെയ്യണം. അത് ആവശ്യമുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. അല്ലാതെ ഇപ്പൊ കണക്ക് വന്നത് ശരിയായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കണക്ക് ശരിയായ ഇത്രയും കാലം കണക്കില്ലായിരുന്നു, ഇനിയിപ്പോൾ പറഞ്ഞാലും ആളുകൾ പറയും നിങ്ങൾ കണക്ക് ശരിയാക്കിയതാന്ന് പറയും. അതായിരിക്കും വിശ്വാസ്യത നഷ്ടമായി. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇതുവരെ സർക്കാർ പറഞ്ഞതോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിലോ ഒന്നും പറഞ്ഞതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല. ഇനി നടക്കാൻ പോകുന്ന ദേവസ്വം ബോർഡിലൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ വിശ്വാസ്യതയൊന്നും ഇല്ല. ശ്രീ കൃഷ്ണൻകുട്ടി, ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന പാർട്ടിയുടെ നേതാക്കളൊക്കെ അകത്തായി പോയതൊക്കെ കണ്ടതല്ലേ? വിശ്വാസ്യത എന്ന് പറയുന്ന ആപേക്ഷികമാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ളതല്ലേ എന്റെ വിശ്വാസം, അതുപോലെയല്ല മറ്റൊരാളുടെ വിശ്വാസം. അതാണല്ലോ കോന്നിയിലെ ചോറ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ സ്കൂളില്, അതെന്ത് വിശ്വാസമായിരുന്നു? ശരി, ഓക്കെ. അക്കാര്യമൊക്കെ അതിന്റെ സത്യസന്ധത വെളിയിൽ കൊണ്ടുവരണം പൊതുവേദി. ശരി, ഒരു കാര്യം ചോദിക്കുമ്പോൾ പൊതുവെ അത് കൃത്യമായി ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, ശ്രീ രാജനാണ് കൊല്ലത്ത്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോഴും കണക്കിൽ ഈ അവ്യക്തത വരാനുള്ള റീസൺ എന്താണ്? ഈ എസ്റ്റിമേറ്റഡ് കണക്കാ കൊടുത്തിരിക്കുന്നതാണ് കിരണ് പറഞ്ഞേക്കുന്നത്. അത് 17-ാം തീയതി പുതിയതായി വ്യക്തമായിട്ടുള്ള കണക്കുകൾ കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വന്ന പ്രശ്നം എന്ന് ചോദിച്ചാൽ പഴയ പ്രസിഡന്റ് പോയി, പുതിയ പ്രസിഡന്റ് വന്നു, അവിടെ സ്വർണ്ണക്കൊള്ള, പോലീസ്, അത് ഇത് ഇവരത് കീപ്പ് ചെയ്യാൻ ചിലപ്പം വിട്ടുപോയി പിന്നെ അത് കാരണമാണ് ഇത് ഇച്ചിരി ഡിലേ വന്നതെന്നാണ് എന്റെ നിഗമനം. 17-ാം തീയതി ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 17-ാം തീയതി കഴിഞ്ഞ് ഇത് ക്ലിയർ ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തെറ്റ് തന്നെയാണ്. പിന്നെ എല്ലാരും പിന്നെ മനുവിനെ ചോദിക്കുന്ന അതിനോടുള്ള സ്നേഹം കൊണ്ടുള്ള നിങ്ങളൊരു പിന്നെ CPM ചായവുള്ള ആളാണെന്നാണ് ഇവിടെ എല്ലാവരുടെയും വർത്താനം. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വർത്താനം പറയാൻ പറ്റത്തില്ലെന്നുള്ളതാണ് ആൾക്കാരെല്ലാം ഇവിടെ പറയുന്നത്. കിരണിനെ സംസാരിച്ച ആള് അടുത്ത CPM കാരനാണ് വിളിച്ചത്, കൃഷ്ണൻകുട്ടി. അദ്ദേഹമായിട്ട് സംസാരിച്ച താങ്കൾ കേട്ട് കാണുമല്ലോ. എല്ലാ പാർട്ടിക്കാർക്കും ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത്. കേട്ടു. പിന്നെ മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ കാര്യമായിട്ടൊന്ന് അന്വേഷിച്ചു ഇതിന്റെ ഈ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച്. ഈ CPM-കാർ 4 പേരേ ഉള്ളൂ, 11 പേര് കോൺഗ്രസ്സുകാരാ. പിന്നെ തന്ത്രി BJP-കാരനാ, BJP-യുടെ അടുത്ത അനുയായിയാ. അതിനുവേണ്ടിയാ ഇന്ന് കോടതി പോയത്. പിന്നെ എന്താ CBI-യുടെ അന്വേഷണത്തിന്. കാരണം CBI അന്വേഷിച്ച് കഴിഞ്ഞാൽ പുള്ളി അവിടെ നിന്ന് ഇറക്കൊണ്ട് വരാം, അതിനുള്ള പരിപാടിയാ. ഈ സ്വർണ്ണക്കൊള്ള ശരിക്കും 98 മുതൽ ഈ തന്ത്രി ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും പുറത്തു വന്നുകൊണ്ടിരിക്കും. ഈ 11 കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി ഉൾപ്പെടെയാണ് 11 പേര്. സോണിയാഗാന്ധിയൊക്കെ അന്തരീക്ഷം നിൽക്കുന്ന അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം സാർ. എന്തോ അത് ഉമേഷാണ്, കോഴിക്കോട് നിന്നാണ്. ഉമേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ വിലയിരുത്തുന്നത്? അല്ല, നമസ്കാരം കിരൺജി. നമസ്കാരം. ഇത് 5 മാസക്കാലത്തോളമായി ഇത് സാധാരണഗതിയിൽ ഞങ്ങൾ എന്താ പറയാ ഒരു എസ്റ്റിമേറ്റിന്റെ കണക്കാണ് ഇത് നിങ്ങളുടെ മുമ്പിലുള്ളതെന്നൊക്കെയാണ് അതിന്റെ ന്യായവാദമായിട്ട് അവർ പറയുന്നത്. എന്താണ് നമ്മളൊരു എസ്റ്റിമേറ്റ് എന്ന് പറയാം? ഒരു പദ്ധതിയെ നടപ്പിലാക്കാൻ നമ്മൾ എടുക്കുന്ന കണക്കിന്റെ ഒരു ഏകദേശ രൂപത്തെയല്ലേ നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയാം. അതെടുത്തിട്ടാണോ ഈ 5 മാസക്കാലത്തിന് ശേഷവും ഇവർ പറയാ ഈ കണക്ക് അവതരിപ്പിക്കേണ്ട കാലയളവ് കഴിഞ്ഞിട്ടും ഇവരെന്തല്ലോ ഏതല്ലോ കാര്യങ്ങൾ ന്യായീകരിച്ച് പറയാണ്. അങ്ങേയറ്റം ജനങ്ങളുടെ പണം എടുത്ത് അഴിമതിയും ധൂർത്തും നടത്തുന്ന ഒരു LDF സർക്കാരാണ് ഇന്ന് നിലവിലുള്ളത് എന്ന്
പറയുന്നതിന് യാതൊരു മടിയുമില്ല. ഇതുപോലെ തന്നെ ജനങ്ങളെ ആശ്രയിച്ചിട്ട് ഇപ്പൊ ഇവര് എന്താ പറയാ അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ളയും അതും ഇതൊക്കെ മറച്ചു വെക്കാൻ ഒരു പരിപാടി എടുത്ത് അത് നോക്കുമ്പോ അതിലും പാളി. പിന്നെ പഴയ ഒരു നവകേരള യാത്ര ചെയ്ത് ഇതൊക്കെ ജനങ്ങളെ പൈസ എടുത്തിട്ടല്ലേ ഇവർ ചെയ്യുന്നത്. അങ്ങേയറ്റം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരാണ് നിലവിലുള്ളത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കൂടുതലായിട്ട് എല്ലാവരും താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഇതൊക്കെല്ലാം ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾ ഇതിനകത്ത് ഏത് പക്ഷം നിൽക്കുന്നതൊക്കെ. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് രണ്ട് കാര്യം പറയാനുള്ളൂ. ഒന്നാമതായിട്ട് ഈ അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പസ്വാമിയുടെ പ്രശസ്തി ലോകം നിറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. കാരണം അയ്യപ്പസ്വാമിയുടെ പ്രശസ്തി ആവശ്യത്തിന് ഇപ്പൊ നമുക്ക് അറിയാവുന്നവർക്കൊക്കെ അറിയാം. പിന്നെ അതിനു പ്രശസ്തിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞില്ല, ആ അവിടുത്തെ പൊതുവികസനത്തിന് വേണ്ടിയും അതിന്റെ കാര്യങ്ങൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തുക, കൂടുതൽ ആളുകളിലേക്ക് അത് കൂടുതൽ സൗകര്യപ്രദമായ വികസനം ഉണ്ടാക്കുക, അതല്ലാതെ പ്രശസ്തിക്ക് വേണ്ടി എന്ന ഒരു വാദം സർക്കാർ ഉന്നയിച്ചിട്ടില്ല. ശരി ശരി. അതിനു വേണ്ടിയിട്ട് ഈ കോവളത്തും ഊട്ടിയിലൊക്കെ ഹോട്ടലുകളിലും മുറി ബുക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞു അതിന്റെ കണക്കുകളിൽ അത്തരം കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതിൽ ഏത് ശരി ഏത് തെറ്റെന്ന് പറയാം. അടുത്ത കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് 7 വർഷം മുമ്പ് മലവെള്ളത്തിൽ അവിടെ നടപ്പന്തൽ ഒലിച്ചു പോയി. അവിടെ നടപ്പന്തൽ ഉണ്ടായിരുന്നതാ. ആയിരക്കണക്കിന് ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ മഴയും വെയിലും കൊള്ളാതെ നിൽക്കാൻ പറ്റുന്ന നടപ്പന്തൽ ഒലിച്ചു പോയി. ഇന്ന് വരെ അതിന് ബദലായിട്ട് ഒരു നടപ്പന്തൽ അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഈ 7 കോടി ചെലവായി എന്ന് പറഞ്ഞ ഈ സംഗമത്തിന് കുറച്ച് കാശും കൂടിയോ കൂട്ടിയോ കുറച്ചോ ഒരു നടപ്പന്തൽ അവിടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അയ്യപ്പന്മാർക്കും ഗുണം കിട്ടിയാനെ, സർക്കാരിനും. അപ്പൊ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചും അഭിപ്രായങ്ങൾ കേട്ടുമൊക്കെയാണല്ലോ ഒരു വികസനം ഉണ്ടാകുന്നത്. അഭിപ്രായങ്ങൾ കേൾക്കണ്ടല്ലോ, പുതിയ അഭിപ്രായം ഒന്നും രൂപീകരിക്കേണ്ട ആവശ്യമില്ല. അവിടെ വരുന്നവർക്ക് മഴയും വെയിലും കൊള്ളാതെ നിൽക്കണം എന്നുള്ളതിന് അഭിപ്രായം രൂപീകരിക്കേണ്ട ആവശ്യമുണ്ടോ സാറേ? അവിടെ ഒരു നടപ്പന്തൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ. ഞാൻ പറഞ്ഞത് ഈ പരിപാടി നടത്തിയതിനെ അവർ ലക്ഷ്യമായി പറഞ്ഞത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ആകെ വികസനം, സമഗ്രമായ വികസന പദ്ധതികൾ തയ്യാറാക്കുക, അങ്ങനെ വിവിധ വിഷയങ്ങളിൽ അവിടെ സെമിനാറുകളും കാര്യങ്ങളും ഒക്കെ നടത്തില്ല. അങ്ങനെയൊക്കെയാണല്ലോ ലോകത്തെ എല്ലാ കാര്യത്തിലും വികസന കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അല്ല സാറേ, അത്ര സമഗ്രമായ ഒരു വികസനം അവിടെ സാധിക്കില്ല. കാരണം അത് വനമാണ് ഒന്നാമത്തേത്. അത് സാധിക്കില്ല. നമുക്ക് പ്രാഥമികമായ കാര്യങ്ങളെ അവിടെ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ വരുന്ന അയ്യപ്പന്മാർക്ക് മഴയും വെയിലും കൊള്ളാതിരിക്കാനുള്ള ഒരു സംവിധാനമുള്ള ആദ്യം വേണ്ടത്. അത് അവിടെ മുമ്പ് ഉണ്ടായിരുന്നതാണ്. മലവെള്ളം വന്ന് ഒഴിച്ചുപോയി. ശ്രീ ഷാജി, ഈ അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് 5 മാസം കഴിഞ്ഞിട്ടും കൃത്യമായി പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ദേവസ്വം ബോർഡിന്റെ വീഴ്ച തന്നെയല്ലേ? നമസ്കാരം കിരൺ ഭായി. പിന്നെ അത് രാജൻ ഭായ് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു കാലതാമസം ഉണ്ടായി എന്ന് പറയുന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ആകാം. 2 പ്രാവശ്യം ഈ പുതിയ ഭരണസമിതി മാറി വന്നതും അതിന്റെ ഇടയ്ക്കൂടെ ഈ പിന്നെ മറ്റേ പാളി കാണാതിരുന്ന അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. ഏതായാലും ഡിലേ ഉണ്ടായി എന്ന് പറയുന്നത് വസ്തുതയാണ്. പക്ഷെ ആ സമയത്ത് ഇല്ലേ പിന്നെ ഈ പെരകത്തുമ്പം വാഴ വെട്ടുന്ന ഒരു സ്വഭാവം നമ്മൾ ഈ രാഷ്ട്രീയമായിട്ട് ശരിക്കും വിനിയോഗിക്കുന്നുണ്ട്. അതിന് കുറെ മാധ്യമങ്ങൾ ചൂട്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഉടനെ തന്നെ എസ്റ്റിമേറ്റ് തുക പിന്നെ അത് ഇന്നലെ ചാനലുകളിലെല്ലാം പിന്നെ വൈകുന്നേരമുള്ള പ്രൈം ടൈം പോലും പിന്നെ പരിപ്പോടെയും ചായയും കുടിച്ചു കിടന്ന പിണറായിക്ക് എന്താ നെമ്മിയും വേണോ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ചന്ദനക്കട്ടിൽ വേണം, അതിന് കുറെ ഉപമയും ഉൽപ്രേക്ഷയൊക്കെ പറയുന്നു. ഇത് ചത്തത് കീഴകണെങ്കിൽ ഉടനെ അങ്ങ് പോവുകയാണ്. പിണറായി കക്കുക, മുക്കുക, തിന്നുക, ഇതാണ് ഇവരുടെ പോളിസി. ഇത്തരത്തിലൊക്കെ ഉള്ള പിന്നെ വില കുറഞ്ഞ അഭിപ്രായങ്ങൾ അത് ഓർമ്മ വരുന്നത്. അല്ല, അത് ഓർമ്മ വരുന്നത് നമ്മളെ ചൂരൽമലയിലെ ശബരിമല ഇത്രയും വിവാദം കത്തി നിൽക്കുന്നു. സ്വാഭാവികമായും കോൺഗ്രസിനെതിരെ വന്നാൽ CPM, CPM-നെതിരെ വന്നാൽ കോൺഗ്രസും എല്ലാം ഉപയോഗിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. രണ്ടുപേരും അതുപോലെ എടുത്ത് ഉപയോഗിച്ചിട്ടുമുണ്ട്. വിദൂര സംശയങ്ങൾ പോലും രണ്ടുപേരും എടുത്ത് അതുപോലെ ആയുധമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒട്ടേറെ വിവാദങ്ങൾ വന്നാണ്. അവിടെ കണക്ക് ശരിയാക്കിയില്ലെങ്കിൽ ആ കണക്കിലൊരു കാലതാമസം വന്നാൽ, താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അഴിമതിയൊന്നുമില്ല, കാലതാമസം വന്നാൽ അതുപോലും വിവാദമാകുമെന്ന് തിരിച്ചറിയാൻ പോലും ശേഷിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത്? അതല്ല, അത് മറ്റൊരു ഞാൻ ആ ഭാഗമല്ല പറയുന്നത്. അതായത് ഇതിന്റെ കണക്കിനകത്ത് ഡിലേ വന്നെന്ന് പറയുന്നത് സത്യമാണ്. അതിന്റെ 45 ദിവസത്തിനകത്ത് വെച്ച് കൊടുക്കണമെന്നുള്ളത് 44ാമത്തെ ദിവസത്തിൽ കൊണ്ടുവന്ന് ഒരു കണക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അത് 45 ദിവസത്തിൽ കൂടുതൽ വേണോ ഒരു അയ്യപ്പ സംഘം പോലെ ഒരു പരിപാടിയുടെ കണക്ക് കൊടുക്കാൻ? കോടതി ആവശ്യം പോലെ സമയം കൊടുത്തിട്ട് ആ കണക്ക് 5 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി 17-ാം തീയതി ബോർഡ് കൂടി ഞങ്ങൾ കണക്കുണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നതിലാണോ ന്യായം?
44ാമത്തെ ഇതുകൊണ്ട് ഇതുകൊണ്ട് എന്താ ഉണ്ടായത്? ഈ അഴിമതി നടന്നാലും നടന്നില്ലെങ്കിലും ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും പ്രതിരോധത്തിലായി, അല്ലെങ്കിൽ നാറി എന്നുള്ളതല്ലാതെ എന്ത് മെച്ചമാണ് ഉണ്ടായത്? അതെ അത് ശരിയാണ്. പിന്നെ അഴിമതി നടന്നാലും നടന്നില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അഴിമതി നടന്നില്ലെങ്കിൽ, അഴിമതി ഇല്ലായിരുന്നു, നമ്മുടെ ചൂരൽമലയിലെ എസ്റ്റിമേറ്റ് 75,000 രൂപ വേണം ഒരു ബോഡി സംസ്കരിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ചാനൽ ഇവിടെ പറഞ്ഞോട്ട് കയറണേ. ശ്രീ വർഗീസ് ആണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ വർഗീസ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? അത് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഗവൺമെന്റ് എസ്റ്റിമേറ്റ് കണക്കാണ് ആദ്യം കൊടുത്തതെന്നും യഥാർത്ഥ കണക്ക് വരുമെന്നും അത് ഇത് കോടതിയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ കാത്തിരിക്കാതെ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വരുന്നു, നമ്മൾ അത് വിശ്വസിച്ച് ഇങ്ങനെ ആ കോൺഗ്രസ്സുകാര് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുമ്പോൾ പിറ്റേ ദിവസം അതല്ല ആ വാർത്ത വേറെ ഒന്നാണെന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എന്തെല്ലാം വാർത്തകൾ കൊണ്ട് ദിവസങ്ങളോളം ചർച്ച ചെയ്തു, എന്താണ് അവസാനം ഉണ്ടായത്? സത്യം അങ്ങനെയൊക്കെ തന്നെയല്ലേ, അല്ലാതെ ഇപ്പുറത്തും അങ്ങനെയൊന്നും അല്ലല്ലോ. സോണിയാഗാന്ധി അവരെ ഇതുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഇപ്പുറത്തൊന്നും പറയുന്നത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെ കോൺഗ്രസ്സുകാർ മാത്രം അത് പറയുന്നല്ലോ. കോൺഗ്രസ്സുകാരും പറയും, CPM കാരും പറയും, BJP കാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ആരും അക്കാര്യത്തിൽ അങ്ങനെ ഞങ്ങൾ കൃത്യമായ വിവരങ്ങൾ മാത്രമേ പറയൂ, സംശയങ്ങളൊന്നും പറയില്ല, അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കില്ല, അങ്ങനെയുള്ള വലിയ മാന്യന്മാരൊന്നും അല്ലല്ലോ. മാധ്യമങ്ങള് ഈ ഗവൺമെന്റിനോടുള്ള ശത്രുത വെച്ചുകൊണ്ട് ശരി, ഓക്കെ. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഈ കാര്യത്തിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടും ഇതിനെതിരെ ശക്തമായ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ടും ഇത് ശുദ്ധമായ അഴിമതിയാണ് എന്ന് പറഞ്ഞതുമെല്ലാം അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു. എന്തു വന്നാലും 5 മാസം മുമ്പ് നടന്ന ഒരു പരിപാടി, ആ പരിപാടി തുടക്കം മുതൽ വിവാദങ്ങളായിരുന്നു. ആ വിവാദപരമായ ഒരു പരിപാടിയുടെ കണക്കുകൾ സംബന്ധിച്ച് കൃത്യത വരുത്തിയില്ലെങ്കിൽ ഇനി അഴിമതി നടന്നാലും ഇല്ലെങ്കിലും അത് വരുത്തേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ടായിരുന്നു. അങ്ങനെ വരുത്തി യഥാസമയം ആ കണക്ക് ശരിയാക്കേണ്ട ഉത്തരവാദിത്വം, നോക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും ഉണ്ടായിരുന്നു. അതിൽ വീഴ്ച ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും 17-ാം തീയതി കണക്ക് കൊടുക്കുമ്പോൾ അറിയാം ഇതിൽ അഴിമതി ഉണ്ടായിട്ടുണ്ടോ, അഴിമതി ഇല്ലയോ, കാലതാമസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നതും ഇപ്പോഴും വ്യക്തതയില്ല എന്നതും യാഥാർത്ഥ്യമാണ്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.